ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഷുക്കൂർ സർ, ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട റസാഖ് സർ, വേദിയിലുള്ള മിസ്റ്റർ ഹുസൈൻ, ടി കെ മിക്ബാൽ, കുഞ്ഞാലി സർ, അജ്മൽ സർ, ഷമീർ ബാബു, കോളേജിലെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ കോളേജിൽ വെച്ചുകൊണ്ട് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വായിക്കുവാനും ചർച്ച ചെയ്യുവാനും പറ്റിയ, ചരിത്ര വിദ്യാർത്ഥികൾക്കിടയിലും അക്കാദമിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിലും ചർച്ച ചെയ്യപ്പെടേണ്ട സുപ്രധാനമായ ഒരു പുസ്തകം റിലീസ് ചെയ്യപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഇവിടെ സാധാരണ നടക്കാറുള്ള അക്കാദമികവും അനക്കാദമികവുമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകളിൽ നിന്നും വിഭിന്നമായി ഇന്ന് ഈ പുസ്തകം എഴുതിയ എഴുത്തുകാരനടക്കമുള്ള ആളുകൾ, ഇതിൻ്റെ പബ്ലിഷേഴ്സായിട്ടുള്ള IPH പബ്ലിഷേഴ്സ് എല്ലാവരും ഇവിടെ സന്നിഹിതരാവുകയും ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ലൊരു ടോക്ക് നടത്തുന്നതിന് വേണ്ടി കേരളത്തിൽ അറിയപ്പെട്ട ചരിത്രകാരൻ കൂടിയായിട്ടുള്ള റസാഖ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി നിയന്ത്രിക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ ഷുക്കൂർ സാറാണ്. ഷുക്കൂർ സാറുടെ ഈ പരിപാടിക്ക് നൽകിയ പിന്തുണയിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിനും നമ്മോട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ അറിയപ്പെട്ട ഒരു ചരിത്രകാരനും ചരിത്രാധ്യാപകനും PSMO കോളേജിലെ മുൻ മേധാവിയും ഇപ്പോൾ KCHR എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ടുള്ള റസാഖ് സാറാണ്. റസാഖ് സാറ് അറിയപ്പെടുന്ന ഒരു അക്കാദമിഷ്യൻ എന്നതിനപ്പുറം നല്ലൊരു പ്രാസംഗികം കൂടെയാണ്, നല്ലൊരു വാഗ്മിയാണ്. വളരെ മനോഹരമായ രീതിയിൽ അക്കാദമികമായ വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായും ഇന്നത്തെ പരിപാടി ധന്യമാക്കുന്നു. സാറെ ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, കോളേജിന് വേണ്ടി ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശന ചടങ്ങിൽ നമ്മോട് കൂടെയുള്ളത് ഈ പുസ്തകത്തെക്കുറിച്ച് ബുക്ക് പ്രസന്റേഷൻ, പുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എഴുത്തുകാരനും ഈ പുസ്തകത്തിന്റെ ഓഥറുമായിട്ടുള്ള ഷിഹാബുദ്ദീൻ ആരാമ്പ്രം ആണ്. അദ്ദേഹത്തെ വളരെ മനോഹരമായ രീതിയിൽ എങ്ങനെ ഒരു ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇത്തരം വിഷയങ്ങൾ നോക്കിക്കാണാമെന്നും കൃത്യമായി മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമ്മൾ കൃത്യമായി വായിക്കുകയും ചർച്ച ചെയ്യേണ്ടുകയും ചെയ്ത ഇത്തരം ഒരു പുസ്തകത്തിലേക്കുള്ള പഠനം നടത്തിയതിന് ഒരു ചരിത്ര അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ പ്രത്യേകം അഭിനന്ദിച്ചു കൊണ്ട് അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോട് സംസാരിക്കുന്നത് ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ IQSE കോർഡിനേറ്ററും ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസറുമായിട്ടുള്ള അജ്മൽ സാറാണ്. അജ്മൽ സാറെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ അധ്യാപകനാണെങ്കിൽ പോലും കേരളത്തിലെ
അക്കാദമിക മേഖലയിലൊക്കെ സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്ന അജ്മൽ സാറ് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട്. സാറെ പരിപാടിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. നമ്മോട് സംവദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള KT ഹുസൈൻ സർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ IPH ബുക്സ്. IPH നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ, ഹിസ്റ്ററിക്കാരുടെ ഹിസ്റ്ററി മേഖലയും കൂടെ ചർച്ച ചെയ്യുന്ന ധാരാളം പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പബ്ലിഷേഴ്സാണ്. IPHന്റെ സാന്നിധ്യം പലപ്പോഴും ഇവിടെ പുസ്തകമേളയിലൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. IPSുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഹുസൈൻ സാറെ സവിനയം പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെയുള്ളത് CSR ഡയറക്ടർ, CSRും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററിയും അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. CSR ഡയറക്ടറായിട്ടുള്ള TK ഇക്ബാൽ സാർ നമ്മളുമായിട്ട് സംവദിക്കുന്നു. സാറെ പരിപാടിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സംവദിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മറ്റൊരു വിശിഷ്ട വ്യക്തി കുഞ്ഞാലി സാറാണ്. കുഞ്ഞാലി സാറ് നമ്മുടെ നാട്ടുകാരൻ കൂടെയാണ്, അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. ഇവിടെ നമ്മളുടെ ഇതിന് മുമ്പുള്ള ഒരു ബുക്ക് റിലീസ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ട ബുക്ക് റിലീസിങ്ങിന് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് സാന്നിധ്യം നൽകുകയും ചെയ്യുന്ന കുഞ്ഞാലി സാറെ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ഔദ്യോഗിക നന്ദി പ്രകാശനം നിർവഹിക്കുന്നത് CSR സെക്രട്ടറി ആയിട്ടുള്ള ഷമീർ ബാബു കൊടുവള്ളിയാണ്. അദ്ദേഹത്തെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെയും, ഈ പരിപാടിയുടെ ഏറ്റവും വിജയം, അതിൻ്റെ യഥാർത്ഥ ഫ്രൂട്ട്ഫുൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. എല്ലാ വിദ്യാർത്ഥികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന് ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ടീം അംഗങ്ങളെയൊക്കെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രിൻസിപ്പാളോടുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയങ്കരനായ എഴുത്തുകാരൻ ഷഹാബുദ്ദീൻ ആരാമ്പ്രം, ഡോക്ടർ PP അബ്ദുൾ റസാഖ് സർ, ഡോക്ടർ അജ്മൽ മൂവി, KT ഹുസൈൻ സാഹിബ്, TK ഇക്ബാൽ സാഹിബ്, PT കുഞ്ഞാലി സാഹിബ്, ഷമീർ ബാബു, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, വളരെ കാമ്പുള്ള, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ക്യാമ്പസ് എന്ന നിലയിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് പുറത്തു നിന്നുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം നമ്മളിവിടെ റിലീസ് ചെയ്യാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് IKC കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ അജ്മൽ സാറ് ഈ ഒരു വിഷയം പറഞ്ഞു വന്ന സമയത്ത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചിരുന്നില്ല. ഒരു ബുക്ക് റിലീസാണ്, നല്ല പ്രോഗ്രാം ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അതിന് പെർമിഷൻ കൊടുത്തു. അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം ഈ പുസ്തകം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. മനസ്സിൽ പണ്ടെന്നോ വായിച്ച് മറന്ന, വായിച്ച് ഓർമ്മയിൽ എവിടെയോ നിൽക്കുന്ന കുറേ വാക്കുകളൊക്കെ അതിൽ കാണാം. അതിൻ്റെ പേര് തന്നെ വളരെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. പ്രീ ഡിഗ്രിയോട് കൂടി ചരിത്രമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാലും അതുവരെ പഠിച്ച ചരിത്രം പിൽക്കാലത്താണ് എന്തായിരുന്നു അന്ന് പഠിച്ചതെന്ന് മനസ്സിലായത്. പഠിക്കുന്ന കാലത്ത് മാർക്കിന് വേണ്ടി പഠിച്ചതാണ്, പിന്നീടാണ് ചരിത്രം അറിയാൻ വേണ്ടി നമ്മൾ വായിച്ചിട്ടുള്ളത്. ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടില്ല എന്ന് മാത്രം. ഇപ്പം നമ്മളെ പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളൊക്കെ അവർക്ക് നമ്മുടെ നാട്ടിലെ അറിവ് പോരാ. അവർ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തൊന്നും
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചോ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചോ ഒന്നും നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ അതിനോടൊക്കെ കിടപിടിക്കുന്ന നളന്ദ സർവകലാശാല, തക്ഷശില സർവകലാശാലയൊക്കെയാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലകൾ. ഇപ്പം ഞാൻ അന്ന് പഠിച്ചതായിട്ട് ഓർക്കുന്നത് പക്ഷികളുടെ സംസാര ഭാഷ പോലും ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷികൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ പോലും അത്രയും പ്രകൃതിയുമായിട്ടും മറ്റ് ജീവികളുമായിട്ടൊക്കെയുള്ള അറിവുകൾ കൊടുത്തിരുന്ന വലിയ സ്ഥാപനങ്ങളാണ്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പോയി. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തുള്ള അറിവെന്ന് പറയുന്നത് ലോകത്ത് എവിടെയും കിട്ടാത്ത അത്രയും വലിയ അറിവുകളാണെന്ന് നമുക്കറിയില്ല. ആ അറിവില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ രാജ്യത്തെ അറിയാൻ, നമ്മുടെ പാരമ്പര്യത്തെ അറിയാൻ, നമ്മുടെ ചരിത്രത്തെയൊക്കെ അറിയാനുള്ള നല്ല അവസരങ്ങളാണ്. അതിന് വായന വേണം, വായന നിർബന്ധമാണ്. സത്യത്തിൽ ഇന്ന് ഈ പ്രോഗ്രാം ഉള്ളത് എൻ്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ചിന്തകളായിട്ട് ഇറങ്ങുമ്പം എൻ്റെ ചിന്തയിൽ നിന്ന് ഇത് മാറിപ്പോയി. പക്ഷെ അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് പണ്ട് ഹൈസ്കൂളിലോ മറ്റോ ഇംഗ്ലീഷിൽ വായിച്ച ഒരു പാഠം, കഥയല്ല, ഒരു പാഠം, റീഡിങ് ഫോർ പ്ലഷർ ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ അജ്മൽ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് പഠിച്ചിട്ടുണ്ടാവണം. ഞാനും അത് അന്ന് വായിച്ചിരുന്നു, എന്ന് പറഞ്ഞില്ല, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് പിന്നീട് നമ്മൾ അധ്യാപകനൊക്കെ ആയപ്പോഴാണ് എന്തായിരുന്നു ആ പാഠം നമ്മളോട് പറയാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, അന്ന് പഠിച്ചതൊക്കെ എന്തായിരുന്നു പഠിച്ചതെന്നും എന്തിനായിരുന്നു പഠിച്ചതെന്നും ഒക്കെ പിന്നീടാണ് മനസ്സിലായത്. പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്നതാണ് യഥാർത്ഥ പഠനമെന്ന് പിന്നീട് മനസ്സിലായി. അങ്ങനെ പഠിച്ച കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ, അതിലൊന്നാണ് ഈ വായനയുടെ റീഡിങ് ഫോർ പ്ലഷർ ആൻഡ് പ്രോഫിറ്റ് എന്ന്. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പിന്നീട് എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് വായിച്ച കാലഘട്ടത്തിലാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത്. സത്യത്തിൽ നമുക്കൊന്നും ഊഹിക്കാൻ കഴിയാത്ത അത്രയും അനുഭൂതി അല്ലെങ്കിൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ അറിവ് വായന തരും എന്നുള്ളതാണ്. അത് എന്തും വായിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. പറ്റാത്തതാണോ എന്ന് വായിച്ചിട്ട് വേണം നമ്മൾ തിരിച്ചറിയാൻ. അങ്ങനെ വേണം വായിക്കാൻ. ആ രീതിയിലൊക്കെ വായിക്കണം. അതിന് ഇതുപോലുള്ള പുസ്തകങ്ങൾ ഞാൻ എന്തായാലും ആ പുസ്തകം വായിക്കും, ഉറപ്പാണ്, ഒരു സംശയമുണ്ട്. ഞാൻ ഇതുപോലെ പങ്കെടുത്ത് കൈപ്പറ്റിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും വളരെ താല്പര്യത്തോടെ വായിച്ചു തീർത്ത ഒരാളാണ്. ഈ പുസ്തകം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമുള്ള വിഷയം, അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും ഞാനത് താല്പര്യത്തോടെ വായിക്കും. നിങ്ങളും അത് വായിക്കണം. കാരണം വായിക്കുന്നത് അദ്ദേഹം എന്ന് പറയുന്ന എഴുത്തുകാരനെ വലുതാക്കുക എന്നുള്ളതല്ല, നമ്മുടെ അറിവ് അദ്ദേഹം വലുതായിക്കോളും. നിങ്ങൾ വലുതാക്കിയില്ലെങ്കിൽ അദ്ദേഹം വലുതാവും. നമ്മൾ വലുതാവണമെങ്കിൽ നമ്മൾ തന്നെ വായിക്കണം. അതിന് പ്രത്യേകിച്ച് ഹിസ്റ്ററി ലൈഫ് കുട്ടികളായിരിക്കും ഇരിക്കുന്നത് കൂടുതലെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കൊരു പക്ഷേ കേട്ട് പരിചയമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും നമ്മൾ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഖ്യാനം ആയിരിക്കാം അതിലുണ്ടാവുക. എന്തെങ്കിലുമൊക്കെ പുതിയത് നിങ്ങൾക്ക് അതിന് കിട്ടാതിരിക്കില്ല. ആ രീതിയിൽ നല്ല വായനക്കാരായിട്ട് മാറുക. ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എഴുത്തുകാരനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം വളരെ പ്രഗത്ഭരായിട്ടുള്ള, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന, ചരിത്ര പാണ്ഡിത്യമുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കൽ കൂടെ ഈ ചടങ്ങിനും എഴുത്തുകാരനും പുസ്തകത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ആദരണീയനായ അധ്യക്ഷൻ KH ഷുക്കൂർ സാർ, പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ PK അബ്ദുൾ റസാഖ് സാർ, ഈ പ്രോഗ്രാമിലെ മുഖ്യ പ്രഭാഷകരിൽ ഒരാളായ ഡോക്ടർ അജ്മൽ മൊയ്ൻ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് മേധാവി ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബ്, ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന KT ഹുസൈൻ, PT കുഞ്ഞാലി, CSR ഡയറക്ടർ TK ഇക്ബാൽ സാഹിബ്, ഷമീർ ബാബു, ബഹുമാന്യരായ
ആദരണീയരായ സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥികളെ, മറ്റ് വ്യക്തിത്വങ്ങളെ, ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. ഈ പുസ്തകം എഴുതാൻ കാരണമായ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് മധ്യകാലത്തെ ഇന്ത്യ ചരിത്രം. മധ്യകാലത്തെ ഇന്ത്യ ചരിത്രം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് സുൽത്താൻമാരും മറ്റുമൊക്കെ ഇന്ത്യയിൽ വരികയും ഇവിടുത്തെ ദേവാലയങ്ങളൊക്കെ തകർത്ത് പള്ളികളും സ്മാരകങ്ങളും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു വാദം, അത് യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ 1950 മുതൽക്കാണ് ആരംഭിച്ചത്. പിന്നീട് അയോധ്യയിലെ ബാബരി മസ്ജിദ് തർക്കവുമായി ബന്ധപ്പെട്ട് ആ ചർച്ച കൂടുതൽ സജീവമായതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 2014 മോദി സർക്കാർ നിലവിൽ വന്നതോടുകൂടി ഇത്തരം സ്മാരകങ്ങൾ തകർത്ത് നിർമ്മിച്ച പള്ളികളും സ്മാരകങ്ങളും അല്ലെങ്കിൽ ദേവാലയങ്ങൾ തകർത്ത് നിർമ്മിച്ച മറ്റ് എല്ലാം തന്നെ തിരിച്ചു പിടിക്കണം എന്നതിൻ്റെ പേരിൽ ഒട്ടനേകം പള്ളികളും മറ്റും തകർക്കുകയും തകർക്കലിന്റെ ഭീഷണികളിൽ കേസുകളിലുമൊക്കെ നിലനിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്താണ് മധ്യകാല ഇന്ത്യയിൽ നടന്നത് എന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായും എല്ലാവരെയും പോലെ ഈ നളന്ദ സർവകലാശാല തകർത്തത് ബക്തിയാർ ഖിൽജിയാണ് എന്ന പൊതുബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനും ഈ വിഷയത്തെ സമീപിച്ചിരുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഒരു വിവരം, ബക്തിയാർ ഖിൽജിയാണ് നളന്ദ തകർത്തത് എന്ന വിവരം തബക്കാത്തെ നാസരിയിലാണ് ഉള്ളതെന്ന് എല്ലാവരും പറയാറുണ്ട്. കാളി മിൻഹാജ് സിറാജിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തബക്കാത്തെ നാസരി. അപ്പൊ ഈ തബക്കാത്തെ നാസരിയിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് അന്വേഷിക്കാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചത്. അപ്പോ അതിലൊരിടത്തും തന്നെ നളന്ദ സർവകലാശാല എന്ന ഒരു പദമേ ഇല്ല. മറിച്ച് ബക്തിയാർ ഖിൽജി ഒരു വിഹാരം ആക്രമിച്ചു എന്ന് ഊഹിക്കാവുന്ന ഒരു പരാമർശമുണ്ട്. അതിന് അദ്ദേഹം നടത്തിയ പ്രയോഗം ഹിസാറെ ബിഹാർ എന്നാണ്. അതായത് ബീഹാറിലെ കോട്ട. അപ്പൊ ഒരു കോട്ടയാണ് ബക്തിയാർ ഖിൽജി ആക്രമിക്കാൻ തീരുമാനിച്ചതും ആക്രമിച്ചതും. എന്നാൽ അത് പിന്നീട് അവിടേക്ക് അധിനിവേശം നടത്തി ചെന്നപ്പോഴാണ് അതൊരു വിദ്യാലയമാണ് എന്ന് മനസ്സിലായത്. അതോടുകൂടി അദ്ദേഹം ആക്രമണം നിർത്തി മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഒരു കോട്ട, ഒരു രാജാവിന്റെ കോട്ട ആക്രമിക്കുന്നു എന്ന രീതിയിലാണ് ബക്തിയാർ ഖിൽജി യഥാർത്ഥത്തിൽ ആക്രമണം നടത്തിയത്. ആ കാലഘട്ടത്തിലെ സ്ഥിരം സമ്പ്രദായമായിരുന്നു അതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. രാജാക്കന്മാർ വന്ന് പടയോട്ടങ്ങൾ നടത്തി അയൽ രാജ്യങ്ങളെ കീഴടക്കുക എന്നത് മതപരമായ ഒരു കാര്യമായിരുന്നില്ല, ഒരു രാഷ്ട്രീയമായ കാര്യമായിരുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാമൂതിരി രാജാവ് മറ്റ് നാടുവാഴികളെയും രാജാക്കന്മാരെയും ആക്രമിച്ചത് തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടങ്ങളും അക്രമങ്ങളും ഒക്കെ നമുക്കറിയാം. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പോലുമുള്ള ഒരു പൊതു സമ്പ്രദായമായിരുന്നു അത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുപോലുള്ള ഒരു ആക്രമണം അവിടെയും ഉണ്ടായി എന്ന് മാത്രം. എന്നാൽ പിന്നീട് നളന്ദയിലേക്ക് ഇതെങ്ങനെ വന്നു എന്നത് അന്വേഷിച്ചപ്പോഴാണ് ആ നളന്ദ വലിയ സർവകലാശാലയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി, വലിയ ലോകത്തിലെ വിശ്വോത്തര സർവകലാശാലയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സർവകലാശാല ആരെങ്കിലും തകർത്തിട്ടുണ്ടെങ്കിൽ അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളോ അവിടുത്തെ അധ്യാപകരോ ഒക്കെ അതിനെക്കുറിച്ച് പറയുക എന്നത് തീർച്ചയായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണമായി, നിങ്ങൾ ഇവിടെ പഠിച്ചാൽ ഇവിടെ വല്ല ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായാൽ നിങ്ങൾ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുകയോ എഴുതുകയോ മറ്റുള്ള ആളുകളോട് പറയുകയോ ഒക്കെ ചെയ്യും.
ഒരു പൊതു സമ്പ്രദായമാണ്, അല്ലെങ്കിൽ ഒരു നാട്ടു രീതിയാണ്, നാട്ടു നടപ്പാണ്, എല്ലായിടത്തും ഉള്ള ഒരു രീതിയാണ്. എന്നാൽ നളന്ദ സർവകലാശാലയിൽ പറ്റി അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്ന ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് എനിക്ക് അവിടെ പഠിച്ച 2 പൂർവ്വ വിദ്യാർത്ഥികളുടെ ആത്മകഥ ലഭിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം പരിശോധിച്ചപ്പോൾ അവരാരും ഇങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് വന്നു എന്ന അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചരിത്രത്തിലെ വില്ലൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അത് മറ്റാരുമല്ല, കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫിയാണ്, അല്ലെങ്കിൽ കൊളോണിയൽ ചരിത്ര രചനയാണ്. കൊളോണിയൽ ചരിത്ര രചന എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. യൗവനകാലത്ത് പട്ടാളക്കാരായി ബ്രിട്ടീഷുകാരുടെ കീഴിൽ സേവനമനുഷ്ഠിക്കുകയും ആ വാർദ്ധക്യത്തിൽ ചരിത്ര ഗവേഷകരായി തങ്ങളുടെ കാലഘട്ടത്തിലെ യുദ്ധങ്ങളെയും തങ്ങൾ നടത്തിയ സാഹസിക പോരാട്ടങ്ങളെയും ഒക്കെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ മറ്റുള്ള തലമുറകൾക്ക് കൂടി വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ രചനയാണ്. അപ്പൊ ഏത് കൊളോണിയൽ ചരിത്രകാരന്മാരെ എടുത്തു നോക്കിയാലും, എന്തിനേറെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനായിരുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാം പോലും ബംഗാൾ റെജിമെന്റിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ബ്രിട്ടീഷ് സൈനികന്മാർ നടത്തിയ രചനകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു തെറ്റായ വാദം പ്രചരിക്കാൻ ഇടയായത്. അപ്പോൾ ഈ 3 സംഗതികൾ ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് ഇതിൽ അവർ അവതരിപ്പിക്കുന്ന വില്ലൻ യഥാർത്ഥത്തിൽ തുരുഷ്ക എന്ന ഒരു പദപ്രയോഗമാണ്. ഈ തുരുഷ്ക എന്ന് പറഞ്ഞതിന് എല്ലാവരും തുർക്കികൾ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ സദസ്സിൽ ഞാൻ ആരോട്, എൻ്റെ ഈ മുന്നിലിരിക്കുന്ന ഏത് വിദ്യാർത്ഥിയോട് ചോദിച്ചാലും തുർക്കികൾ എന്ന് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റയടിക്ക് പറയും ഇന്നത്തെ അങ്കാറ ആസ്ഥാനമായിട്ടുള്ള തുർക്കി രാജ്യമാണെന്ന്. എന്നാൽ ഇവിടെ ചരിത്രത്തിൽ, ഈ മധ്യകാല ഇന്ത്യയിലെ ചരിത്രത്തിൽ പറയുന്ന തുർക്കികൾ അവരല്ല, മറിച്ച് ഇന്ത്യയുടെ അയൽപ്പക്കത്ത് ഉള്ള ഇന്നത്തെ കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ പോലുള്ള അസർബൈജാൻ, അതും അങ്ങനെ തിബറ്റ്, ചൈനയുടെ ചില ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ മേഖലക്ക് പറഞ്ഞിരുന്ന പേരായിരുന്നു തുർക്കിസ്ഥാൻ എന്നത്. ഇപ്പോ നമ്മളിവിടെ മലബാർ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയല്ല, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയല്ല. അതേസമയം ഈ ഒരു മേഖല തൃശ്ശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള ഒരു മേഖലക്ക് പറയുന്നത് പോലെ ആ കാലഘട്ടത്തിൽ ആ മേഖലക്ക് പറഞ്ഞിരുന്ന പേരായിരുന്നു തുർഷ്ക. അപ്പോൾ അവിടെ 12ാം നൂറ്റാണ്ടിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ മറ്റ് മതസ്ഥരായിരുന്നു, ബുദ്ധമതക്കാര്, ഹിന്ദുമതക്കാര്, മറ്റ് എന്തിനേറെ ക്രൈസ്തവ മതക്കാർ പോലും അവിടെ ഉണ്ടായിരുന്നു. അപ്പോ മറ്റുള്ള ആളുകളെല്ലാം ഒക്കെ നടത്തിയ, അവരുടെ കാലഘട്ടത്തിൽ നടത്തിയ പടയോട്ടങ്ങൾ പോലും പിൽക്കാലത്ത് തുർക്കി എന്ന പേരിൽ പിന്നെ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് എഴുത്തുകാർ, കൊളോണിയൽ എഴുത്തുകാർ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ആ വ്യാഖ്യാനങ്ങളാണ് നമ്മുടെ ഇന്ത്യ വിഭജനത്തിലേക്കും ഇന്ന് ഇവിടെ കാണുന്ന എല്ലാവിധ വർഗീയ കലാപങ്ങളിലേക്കും, ഒരു വേള എന്തിനേറെ NRC ബില്ലൊക്കെ സമീപകാലത്ത് വന്നത് നമ്മൾ അറിഞ്ഞു. അതൊന്നും അവസാനിച്ചിട്ടില്ല, ഇനിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണ് ചെയ്യുക. ഇതിനൊക്കെ നിമിത്തമായ ഒരു പ്രമേയത്തെയാണ് ഈ പുസ്തകത്തിലൂടെ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആരംഭ ദശയിലുള്ള ഒരു വിഷയത്തെയാണ് ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഇവിടെ ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച MA കോളേജ് ഭാരവാഹികളോടും CSR കേരളയുടെ ഭാരവാഹികളോടും എനിക്കുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറെ ആദരിക്കുന്ന, ഞാനേറെ ബഹുമാനിക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ കോളേജിൽ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ പ്രദേശത്ത് വെച്ച് അവസാനം 1945 മരണപ്പെടുന്നത്
മുഹമ്മദ് ഇബ്രാഹിം സാഹിബ് മരിക്കുന്നതിന് തൊട്ട് മുമ്പായി അദ്ദേഹം സംസാരിക്കുന്നത് ഹിന്ദു മുസ്ലിം മൈത്രിയെക്കുറിച്ചായിരുന്നു, വർഗീയതക്കെതിരായിരുന്നു. ഒരർത്ഥത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നതുകൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം. ഇന്നലെ ഒരു പുസ്തക നിരൂപണത്തിൽ പങ്കെടുക്കുകയുണ്ടായി. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷുമൈസിൻ്റെ മലബാർ കലാപകാലത്തെ ജയിലുകൾ എന്ന പുസ്തകമായിരുന്നു, DC ബുക്സിൻ്റെ, കോഴിക്കോട്. അപ്പം ഞാൻ ആലോചിച്ചത്, പുസ്തക പ്രകാശനം പോലും അല്ലെങ്കിൽ പുസ്തകം നിരൂപണം പോലും അപകടകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി മാറുന്ന ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഘനവസ്തുക്കൾ കൊണ്ട് പുസ്തക നിരൂപണം നടത്തുന്ന ഒരു കാലമെന്ന് ഞാനതിനെ വിളിക്കും. 2010 ഹോളി കൗ എന്ന് പറയുന്ന DN ഝായുടെ പുസ്തകം റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച പുസ്തകശാലക്കെതിരായിട്ട് കല്ലെറിഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടർ പുസ്തക നിരൂപണം നടത്തുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഡോണിഗറിൻ്റെ ഹിന്ദുയിസത്തെക്കുറിച്ചുള്ള പുസ്തകത്തിനും അതേ സമാനമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഘനവസ്തുക്കൾ കൊണ്ടാണ്, പേന കൊണ്ടല്ല ഇന്ന് പുസ്തക നിരൂപണം നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ആധുരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കെട്ടകാലത്തെ വേറൊരു പ്രത്യേകത, ജോർജ് ഓർവെല്ലിൻ്റെ ഓർവീലിയൻ പ്രവചനങ്ങൾ ഏതാണ്ട് പ്രതിഫലിക്കപ്പെടുന്ന, അത് കൂടുതൽ അർത്ഥപൂർണമാവുന്ന ഒരു ഘട്ടം കൂടിയാണ്. ജോർജ് ഓർവെൽ ഒരിക്കൽ പറയുന്നുണ്ട്, ഹു കൺട്രോൾസ് ദി പാസ്റ്റ് കൺട്രോൾസ് ദി ഫ്യൂച്ചർ, ഹു കൺട്രോൾസ് ദി പ്രസൻറ്റ് കൺട്രോൾസ് ദി പാസ്റ്റ്. ആരാണോ ഭൂതകാലത്തെ നിയന്ത്രിക്കുന്നത് അവരായിരിക്കും ഭാവിയെയും നിയന്ത്രിക്കുക. ആരാണോ വർത്തമാനത്തെ നിയന്ത്രിക്കുന്നത് അവരായിരിക്കും ഭൂതത്തെയും അല്ലെങ്കിൽ ചരിത്രത്തെയും നിയന്ത്രിക്കുക. ഇപ്പം വർത്തമാന ഇന്ത്യയെ ആരാണ് നിയന്ത്രിക്കുന്നത്? മോദിയുടെ കാലഘട്ടമാണ് 2014 മുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ചരിത്രത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് മോദി പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രമാണ്. അതായിരുന്നു ആരാംപുരം ഇവിടെ പറഞ്ഞു വച്ചത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ സുഹൃത്തു കൂടിയായിട്ടുള്ള മാളവിക ഭിന്നി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കാൾ ഉപരി ഈ പുസ്തകം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എറിക് ഹോബ്സ്ബാം എന്ന് പറയുന്ന വിഖ്യാതനായ ചരിത്രകാരനെ നിങ്ങൾക്കറിയോ? അറിയോ അല്ലേ? ഏജ് ഓഫ് എക്സ്ട്രീം മുതൽ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 100 കൊല്ലം ജീവിച്ച ചരിത്രകാരൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഈ കറുപ്പ് തീനികൾക്ക് എങ്ങനെയാണ് പോപ്പി മരങ്ങൾ, പാകിസ്ഥാനിലെ പോപ്പിച്ചെടികൾ കൃഷി ചെയ്യുന്ന കൃഷിക്കാരെങ്ങനെയാണ് അസംസ്കൃത വസ്തുവാകുന്നത്, അതുപോലെയാണ് വർഗീയതയുടെ വക്താക്കൾക്ക്, ദേശീയതയുടെയും വർഗീയതയുടെയും വക്താക്കൾക്ക് ചരിത്രം അസംസ്കൃത വസ്തുവാകുന്നത്. വളരെ കൃത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് ഇന്ത്യയിൽ ചരിത്രമാണ്. ഇപ്പം അറിവും അധികാരവും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവത്തെക്കുറിച്ച് ഫുക്കോയുടെ നിരീക്ഷണമുണ്ട്. ആ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രത്യയശാസ്ത്രം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയോളജിക്കൽ വെപ്പൺ എന്ന് പറയുന്നത്, പ്രത്യയശാസ്ത്ര ഉപകരണം എന്ന് പറയുന്നത് ചരിത്രമാണ്. അതെത്രമേൽ അപകടകരമാണ് എന്നുള്ളതിൻ്റെ ഒറ്റ സൂചന ഞാൻ തരാം. 2002 ഗുജറാത്തിലെ കലാപം നടക്കുന്നു. ആ ഗുജറാത്ത് കലാപകാലത്ത് ബാബു ബജ്രംഗി എന്ന് പറയുന്ന അന്നത്തെ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരു സംഘടനയുടെ നേതാവ് വളരെ ഓപ്പണായിട്ട് അന്നത്തെ മീഡിയ പേഴ്സൺസിനോട് പറയുകയാണ്. നമ്മളിങ്ങനെ മീഡിയക്കാർ വന്ന് കോല് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, താങ്കൾ എന്തുകൊണ്ടാണ് ഈ കലാപത്തിൽ പങ്കെടുത്തത്? അപ്പം അദ്ദേഹം പറയുകയാണ്,
തൃശൂലമേന്തിക്കൊണ്ട് മിയാക്കളെ കൊന്നൊടുക്കുമ്പോൾ, മിയാക്കൾ എന്ന് പറയുന്നത് ഗുജറാത്തിലെ മുസ്ലിങ്ങളെ പേരാണ്, അവരെ കൊന്നൊടുക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ റാണാ പ്രതാപ് ആവേശിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേർക്കറിയാം ആരാണ് റാണാ പ്രതാപ്? ആരെങ്കിലും ഒന്ന് കൈപൊക്കുമോ? മധ്യകാല ഇന്ത്യ പഠിച്ചിട്ടില്ലേ? യെസ്, റാണാ പ്രതാപ് എന്ന് പറയുന്നത് അക്ബറുമായി ഏറ്റുമുട്ടിയ രജപുത്ര രാജാവാണ്. അപ്പം ആ രാജാവിനെ തോൽപ്പിക്കുകയാണ്, അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട് അക്ബറുമായിട്ടുള്ള യുദ്ധത്തിൽ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് 16-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു രാജാവ് എങ്ങനെയാണ് 21-ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിൽ ജീവിക്കുന്ന ഈ ബാബു ബജ്രംഗിയുടെ ശരീരത്തിൽ ആവേശിക്കുന്നത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. അതാണ് റൊമില്ല താപ്പർ എന്ന് പറയുന്ന വിഖ്യാത ചരിത്രകാരി ഗുജറാത്ത് കലാപം കഴിഞ്ഞപ്പോൾ പറയാണ്, ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് 2002-ലല്ല, മറിച്ച് 1947 മുതൽ ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിലൂടെ വികിരണം ചെയ്യപ്പെട്ട ചരിത്രത്തിലാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണം കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരു ചരിത്രം, അങ്ങനെ ഒരു പ്രചരണാത്മക ചരിത്രം സാംശീകരിച്ച ഒരാളാണ് ഈ പറയുന്ന ബാബു ബജ്രംഗി. അതുകൊണ്ടാണ് ഈ വംശഹത്യക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലിപ്പം നടക്കുന്നത് വെറുപ്പ് പടരുകയാണ്. എനിക്ക് സമാനമായൊരു സന്ദർഭം ഓർമ്മ വരുന്നത്, സാർത്രേ എന്ന് പറയുന്ന ഒരു ചിന്തകനെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഈ റെച്ചഡ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന, ഭൂമിയിലെ പെറുക്കികൾ എന്ന് പറയുന്ന ആത്മകഥാംശമുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ അവതാരികയിൽ അദ്ദേഹം പറയാണ്, ഫ്രാൻസ് വാസ് ദി നെയിം ഓഫ് എ കൺട്രി, ബട്ട് വി ഷാൽ ടേക്ക് കെയർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ബിക്കം ദി നെയിം ഓഫ് എ നെർവസ് ഡിസീസ്. ഫ്രാൻസ് ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു, പക്ഷേ അത് ഒരു ഞരമ്പ് രോഗത്തിൻ്റെ പേരായി മാറുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഏതാണ്ട് സമാനമായിട്ട് ഞാൻ പറയുകയാണ്, റിച്ചർഡ് ഓഫ് ദി എർത്ത്, ഭൂമിയിലെ പെറുക്കികൾ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്ന അൾജീരിയൻ വിപ്ലവകാരിയുടെ ആത്മകഥാംശമുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് സാർത്രയായിരുന്നു. ആ സാർത്ര അവതാരികയിൽ പറഞ്ഞ ഈ കാര്യത്തിന് ഒരു ചെറിയ പാഠഭേദം വരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഇന്ത്യ വാസ് ദി നെയിം ഓഫ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഇന്ത്യ വാസ് ദി നെയിം ഓഫ് എ കൺട്രി, ബട്ട് ഇറ്റ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി ദി നെയിം ഓഫ് എ നെർവസ് ഡിസീസ്. ഇന്ന് പക്ഷേ ആ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഞരമ്പ് രോഗത്തിൻ്റെ പേരായിട്ട് മാറിയിട്ടുണ്ട്. ആ ഞരമ്പ് രോഗത്തിൻ്റെ അക്രാമകമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് നമ്മൾ നിരന്തരമായി രാജ്യത്തുടനീളം കണ്ടുകൊണ്ടിരിക്കുന്ന. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയുക. 2 കൊല്ലം മുമ്പ് മുസഫറാബാദ് UP-യിലെ ഒരു സ്കൂളിൻ്റെ ടീച്ചറുടെ പേര് തൃപ്ത ത്യാഗി എന്നാണ്. എത്ര പേർക്കറിയാം? ആ തൃപ്ത ത്യാഗി ഒരു ദിവസം ആ ക്ലാസ്സിലെ 40 കുട്ടികളിലെ ഏക മുസ്ലിം കുട്ടിയെ മുന്നിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ബാക്കി 39 കുട്ടികളെ കൊണ്ടും ആ കുട്ടിയുടെ മുഖത്തടിപ്പിക്കുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സംഭവം? എന്നിട്ട് നമ്മൾ വിചാരിച്ചു അത് സംഭവിച്ചതിന് ശേഷം വലിയ രീതിയിൽ അത് വൈറലാവുന്ന സംഭവം എല്ലാവരും അറിയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടീച്ചർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെയ്തു പോയതിൽ അപരാധബോധമൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ വൈകുന്നേരം ഈ മീഡിയ പേഴ്സൺസിനോട് ഈ തൃപ്ത ത്യാഗി എന്ന് പറയുന്ന ആ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഭിന്നശേഷിക്കാരിയാണ്. മര്യാദക്ക് കൈയൊന്നും ഉയർത്താൻ പോലും പറ്റില്ല. അപ്പം അവർ പറയാണ്, എനിക്ക് ഇഫ് ഐ ഹാഡ് ദി ഫിസിക്, എനിക്ക് ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ആ തൃപ്താത്യാഗിയുടെ മനസ്സിൽ ഇത്രയധികം വെറുപ്പ് കോരിയിട്ടത് ആരാണ്? അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ബാബു ബജ്രംഗിയുടെ മനസ്സിൽ എങ്ങനെയാണ് ഇത്രയധികം വെറുപ്പ്?
വംശീയ വിദ്വേഷം കയറിയത് അവിടെ വരുമ്പോഴാണ്, അത് അന്വേഷിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തിയും അതേപോലെ തന്നെ ആരാമ്പ്രം പറയാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ ഈ മാളവിക ഭിന്നിയാമുഖത്തിൽ പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. 2021 PPRC റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് സഹസ്രബുദ്ധ എന്ന് പറയുന്ന നമ്മുടെ രാജ്യസഭ MP, കുറച്ച് മുമ്പ് വരെ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹം PPRC റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് രാജ്യത്തെ ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും സമർപ്പിക്കുന്നുണ്ട്. ഒരു പാർലമെന്ററി വിദ്യാഭ്യാസ സമിതിയുടെ ചെയർമാൻ കൂടിയായ ഈ സഹസ്രബുദ്ധ അവതരിപ്പിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നത്, നാളിതുവരെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൂടുതലായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മധ്യകാല ഇന്ത്യയുടെ സാംസ്കാരിക നേട്ടങ്ങളൊക്കെയാണ്. മറിച്ച് നമ്മളിനി ചെയ്യേണ്ടത് പുരാതന ഇന്ത്യയുടെ, അതായത് നേരത്തെ മില്ലൊക്കെ പറയുന്ന ഹിന്ദു ഇന്ത്യയുടെ നേട്ടങ്ങൾ, സാംസ്കാരിക നേട്ടങ്ങൾ, ശാസ്ത്രമേഖലയിലെ നേട്ടങ്ങൾ, അതിനെ അതിഗംഭീരമായി പൊലിപ്പിച്ച് പഠിപ്പിക്കണം. മധ്യകാല ഇന്ത്യ ചരിത്രം ഇനി അങ്ങോട്ട് ആ രീതിയിൽ പൊലിപ്പിച്ച് പഠിപ്പിക്കേണ്ട, മറിച്ച് മധ്യകാല ഇന്ത്യയിലെ എന്താ പറയുക, ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ, ആ മോശപ്പെട്ട വശങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നത് മധ്യകാല ഇന്ത്യയിലെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, തകർക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഉള്ളടക്കം നമ്മുടെ സിലബസിൽ, സ്കൂൾ സിലബസിൽ ഉണ്ടാവണം. ഒപ്പം തന്നെ മധ്യകാല ഇന്ത്യയിലെ സുൽത്താൻമാരുടെ പേരിൽ അറിയപ്പെടുന്ന റോഡുകൾ, നഗരങ്ങൾ, ഇവയുടെയൊക്കെ പേര് മാറ്റണം. ഇത്രയും കാര്യങ്ങളാണ് ആ PPRC റിപ്പോർട്ടിൽ പറയുന്നത്. 100 പേജുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2023 NCERT മധ്യകാല ഇന്ത്യയുടെ ചരിത്രം NCERT പുസ്തകത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെ മിക്കവാറും നഗരങ്ങളുടെ പേരുകളൊക്കെ തന്നെ അയോധ്യ, ഫൈസാബാദ് മാറ്റിയിട്ട് അയോധ്യയാക്കുന്നു. ദീൻ ദയാൽ ഉപാധ്യായാക്കി ഒരുപാട് പേരുകൾ. ഇപ്പം നമ്മുടെ പ്രയാഗ്രാജാക്കി മാറ്റുന്നുണ്ട്. ധാരാളം അലിഗറിൻ്റെ പേര് ഹരിഗഡ് എന്നാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്യാനമുണ്ടല്ലോ, രാഷ്ട്രപതിയുടെ ഉദ്യാനത്തിൻ്റെ പേര് ഇപ്പം എന്താ, അമൃത് ഉദ്യാൻ എന്നാക്കി മാറ്റിയിട്ടുള്ളത് മുഗൾ ഗാർഡൻ എന്നായിരുന്നു. അപ്പം ഇതൊക്കെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് നമ്മൾ ആരാമ്പ്രം പറഞ്ഞു വെച്ചൊരു കാര്യം. ഇപ്പം ആരാമ്പ്രമിയുടെ നളന്തയും ബക്തിയാർ ഖൽജിയും എന്ന് പറയുന്നു. ഖൽജി എന്ന് തന്നെ പ്രയോഗിക്കുമ്പം ആരാമ്പ്രത്തിൻ്റെ സൂക്ഷ്മത ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സാധാരണ നമ്മൾ പറയുക ഖിൽജി എന്നാണ്. പക്ഷെ വളരെ കൃത്യമായിട്ട് തന്നെ ഖൽജി എന്ന് തന്നെ ചില പദങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ആരാമ്പ്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആരാമ്പ്രം ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, നളന്ദ ആക്രമിച്ചത് ബക്തിയാർ ഖൽജി എന്ന് പറയും, അല്ലെങ്കിൽ മധ്യകാല സൽത്തനറ്റ് ഭരണം ആരംഭിക്കുന്നതോടുകൂടിയാണ് ബൗദ്ധ മതം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നത്. ബൗദ്ധ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുന്നു. ആ ബൗദ്ധ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഒന്നായിരുന്നു നളന്ദ സർവകലാശാല. അത് കത്തിക്കുന്നത്, ആ ലൈബ്രറി കത്തിക്കുന്നതൊക്കെ തന്നെ ബക്തിയാർ ഖൽജിയുടെ ആക്രമണകാലത്താണ് എന്ന ഒരു പെരുന്നുണ അതിനെ പൊളിച്ചെടുക്കുകയാണ് ആരാമ്പ്രം ചെയ്യുന്നത്. അത് പക്ഷേ സമകാലത്തെ പ്രധാനപ്പെട്ട ബൗദ്ധ പാഠങ്ങളെ അധികരിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 പൂർവ്വ വിദ്യാർത്ഥികളുടെ ആത്മകഥകളെ ആധാരമാക്കുന്നുണ്ട്. അതുപോലെയുള്ള, അതേപോലെ തന്നെ ഈ മറ്റ് ചില 17-ാം നൂറ്റാണ്ടിലേക്കുള്ള ചില കൃത്യമായിട്ടുള്ള രേഖകളുടെ ട്രേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരു എന്താ പറയുക, പ്രൊപ്പഗണ്ട ചരിത്രത്തിൻ്റെ ഉള്ളറകളെ പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറയുമ്പോൾ
സ്വതന്ത്ര ഇന്ത്യയുടെ സ്വാസ്ഥ്യം കെടുത്തിയിട്ടുള്ള നിർണായകമായ ചില സംഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് LK അദ്വാനി എന്ന് പറയുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒരു രഥയാത്ര സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത്? ആ സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്നതിന് പ്രത്യേകമായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതെന്താണ്? സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് മുഹമ്മദ് ഗസ്നിയാണ് 11-ാം നൂറ്റാണ്ടിൽ. ആ മുഹമ്മദ് ഗസ്നി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ഒരു വസ്തുത അല്ലെങ്കിൽ എന്ന ഒരു ചിത്രം ആരാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, 947 സാമ്രാജ്യത്വം മരിച്ചു. ആ സന്തോഷത്തിലാണ് നമ്മളുള്ളത്, അല്ലേ? അധിനിവേശം 947 ഓഗസ്റ്റ് 15 അവസാനിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് സാമ്രാജ്യത്വം മരിച്ചു, പക്ഷെ നമ്മളത് ഭംഗിയായിട്ട് സാമ്രാജ്യത്വത്തിൻ്റെ ജഡത്തെ കബറടക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സാമ്രാജ്യത്വത്തിൻ്റെ പ്രേതം ഈ വർത്തമാന ഇന്ത്യയെ അടക്കം ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നൊരു പോയിന്റ്, ഈ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില ജ്ഞാനനിർമ്മിതികളുണ്ട്. അതിൻ്റെ ദുരന്ത ഫലമാണ് നമ്മളിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, 3 സംഭവങ്ങളെയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഇവിടെ. ഒന്ന്, ഈ പറയുന്ന സോമനാഥ ക്ഷേത്രാക്രമണം മുഹമ്മദ് ഗസ്നിയുടെ. അപ്പം ആരാണ് ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുത്തത്? ആ കഥ മെനഞ്ഞെടുത്തത് നളന്ദ ആക്രമിച്ചത് ബക്തിയാർ ഖൽജിയാണ് എന്ന നുണ ആരാണ്ടാക്കിയത് എന്ന് ആരാംപുറ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചരിത്രകാരനാണ്. അതേപോലെ തന്നെ അലക്സാണ്ടർ ഡോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ചരിത്രകാരനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കുന്നത്. അതായത് കഥ ഇങ്ങനെയാണ്, അതായത് ഇദ്ദേഹം ആക്രമിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുത, നിഷേധിക്കാൻ പറ്റാത്ത ചരിത്ര വസ്തുതയാണ്. മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇൻറ്റൻഷൻ അത് ഇസ്ലാം വേഴ്സസ് ഹിന്ദുയിസം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ദ്വന്ദ്വത്തിലേക്ക് ന്യൂനീകരിച്ചുകൊണ്ട് ഇതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ച ആദ്യത്തെ ആള് അലക്സാണ്ടർ ഡോ ആണ് എന്ന് പറഞ്ഞു. ഇതിന് നമുക്ക് കൃത്യമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഈ കഥയ്ക്ക് പിന്നിലുള്ള ഈ കഥാനിർമ്മിതിക്ക് പിന്നിൽ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് നമ്മളോട് കൃത്യമായി പറഞ്ഞൊരാളുണ്ട്. അത് നിങ്ങൾക്ക് സുപരിചിതയായിട്ടുള്ള റൊമില താപ്പറാണ്. റൊമില താപ്പറുടെ അതിസുന്ദരമായൊരു പുസ്തകം, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം. സുമനാഥ ദി മെനി വോയിസസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിലൂടെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പം ഞാൻ ആരാംപുറത്തോട് ചോദിച്ചു, ഈ നളന്ദയും ബക്തിയാർ ഖൽജിയും വായിച്ചു കഴിഞ്ഞപ്പോൾ ആരാംപുറത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. താപ്പറിൻ്റെ ഈ പുസ്തകം നിങ്ങൾ വായിച്ചു? അപ്പം ആരാംപുറം പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട് സർ. ആ പുസ്തകത്തിൽ നിന്നുള്ള ആവേശം കൊണ്ടാണ് ഞാനിത് എഴുതിയത്. അപ്പം ഞാൻ വായിച്ചു കഴിഞ്ഞ ഉടനെ എൻ്റെ മനസ്സിൽ വന്നത് ഏതാണ്ട് അതിൻ്റെ ഒരു പാറ്റേണിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെന്താ അദ്ദേഹം താപ്പർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കഥയാണല്ലോ, ആ കഥയെ വ്യാപകമായി രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് താപ്പർ ആ കഥയുടെ പൊരുൾ തേടി ഇറങ്ങുകയും ഈ സോമനാഥ ക്ഷേത്രാക്രമണം എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചുള്ള 6ഓളം പാഠങ്ങൾ, വ്യത്യസ്ത കാലഘട്ടത്തിലെ പാഠങ്ങൾ പഠന വിധേയമാക്കുന്നുണ്ട്. സമകാലീനമായിട്ടുള്ള അറബ് സോഴ്സസ്, ടർക്കിഷ് സോഴ്സസ്, ജെയിൻ സോഴ്സസ്, സാൻസ്ക്രിറ്റ് സോഴ്സസ്, ബ്രാഹ്മണിക് സോഴ്സസ്, അത് കഴിഞ്ഞ് പിന്നീട് 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് രേഖകൾ, ഇവയെല്ലാം പരിശോധിച്ചുകൊണ്ട് താപ്പർ ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്,
ക്ഷേത്രാക്രമണം ഒരു സത്യമാണ്. പക്ഷേ ആ ക്ഷേത്രാക്രമണത്തിൻ്റെ പ്രചോദനം എന്ത് എന്ന ചോദ്യം, അത് ചോദിക്കുമ്പോൾ ഉത്തരം മറ്റൊന്നാണ്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ എന്തിനാണ് 16 തവണ ഒരു ക്ഷേത്രത്തെ ആക്രമിക്കുന്നത്? നിങ്ങളെ മനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മതാന്ധത കൊണ്ടാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു അപര മതത്തിൻ്റെ ആരാധനാ കേന്ദ്രം നശിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആദ്യത്തെ തവണ തന്നെ അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ മതി. പക്ഷെ വീണ്ടും അത് നശിപ്പിക്കാതെ 16 തവണ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം വേറെ ഒന്നാണ്. എന്താ കാര്യം? അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് പെട്ടെന്ന് സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഭരണാധികാരികൾക്ക് ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രം ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് 12-ാം നൂറ്റാണ്ടിന് ശേഷവും 19-ാം നൂറ്റാണ്ട് വരെ ഈ സോമനാഥ ക്ഷേത്രം സജീവമായി നിലനിൽക്കുന്നത്. ക്ഷേത്രാക്രമണം നടന്നിട്ടില്ല, ക്ഷേത്രം കൊള്ള മാത്രമാണ് നടന്നത്. ആ കൊള്ള നടന്നതിൻ്റെ പിന്നിൽ യാതൊരു വിധത്തിലുള്ള മതാത്മകമായ താല്പര്യമില്ല എന്ന്. എന്നിട്ട് സാപ്പർ പറയുന്നൊരു കാര്യം, അറബ് സോഴ്സിൽ വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഓരോ പാഠങ്ങളും നൽകുന്നത്. അറബ് സോഴ്സസ് പറയുന്നത് സത്യത്തിൽ സോമനാഥ ക്ഷേത്രം എന്ന പേര് വരുന്നത് മനാത്ത് എന്ന് പറയുന്ന, ലാത്ത, ഉസ്സ, മനാത്ത് എന്ന് പറയുന്ന കഅബാലയത്തിൽ സൂക്ഷിച്ച 3 വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളിൽ മനാത്തിനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായിരുന്നു സോമനാഥ ക്ഷേത്രം. സുമനാത്ത്, നല്ല മനാത്ത് എന്നർത്ഥം വരുന്ന രീതിയിലാണ് സോമനാഥ് എന്ന പദം തന്നെ, അതിൻ്റെ നിഷ്പത്തി എന്ന് കൂടെ പറയുന്നുണ്ട്. പക്ഷേ ടർക്കിഷ്, ഇതിനകത്ത് സംസ്കൃത സോഴ്സുകളിലോ ബ്രാഹ്മണിക് സോഴ്സുകളിലോ ജൈൻ സോഴ്സുകൾ, സമകാലീനമായ സോഴ്സുകളിൽ എവിടെയും അരാംബ്രം അതേ സംഭവമാണ് ചെയ്യുന്നത്. സമകാലീനമായ ബൗദ്ധ പാഠങ്ങളിൽ എവിടെയും ബക്തിയാർ ഖൽജി ഇത് നശിപ്പിച്ചു എന്ന ഒരു പരാമർശം പോലും ഇല്ല. അങ്ങനെ ഇല്ലാതിരിക്കെയാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെ പോലെ വളരെ കണ്ണിങ്ങായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുക്കുന്നത് എന്നാണല്ലോ. അപ്പം പറഞ്ഞു വരുന്നത് ഈ പറയുന്ന 6 നരേറ്റീവ്സിൽ, ആഖ്യാനങ്ങളിൽ ടർക്കിഷ് ആഖ്യാനത്തിൽ മാത്രമാണ് ഇതൊരു ഇസ്ലാമിക ആവേശത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സുൽത്താൻ ചെയ്തതാണ് എന്ന് വരുത്തുന്നത്. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്തു എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചില കൊട്ടാരം ചരിത്രകാരന്മാർ സ്വന്തം മാസ്റ്റേഴ്സിൻ്റെ വലിയ വലിയ രീതിയിൽ അവരുടെ ചെയ്തികളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്ന ഒരു രീതിയുണ്ട്. ആ രീതി പക്ഷെ അതേസമയം തന്നെ ബാക്കി 5 ആഖ്യാനങ്ങളിലും അത് വരുന്നില്ല, ഈ ഒരൊറ്റ ടർക്കിഷാണ്. അപ്പം ആ ടർക്കിഷ് ആഖ്യാനത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലക്സാണ്ടർ ഡൗ ഇതിനെ ഒരു ഹിന്ദു മുസ്ലിം ദ്വന്ദ്വത്തിലേക്ക് ന്യൂനീകരിച്ചുകൊണ്ട് ഇത് വരുന്നു. ഇതേ സംഭവം തന്നെയാണ് ബാബരി മസ്ജിദ്, 2ാമത്തെ പ്രധാനപ്പെട്ട നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തിയ വർത്തമാന ഇന്ത്യയിലെ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ 2ാമത്തെ സംഭവം. അവിടെ നിങ്ങൾക്ക് പ്രതി ആരാ കാണുന്നത്? അവിടെ പ്രതിയായിട്ട് കാണുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാം. അതേ കക്ഷി തന്നെയാണ് നളന്ദയിലെയും പ്രതി എന്നുകൂടെ സാന്ദർഭികമായിട്ട് ഓർക്കുക. അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, ഈ പറയുന്ന ബാക്കി ഖാൻ എന്ന് പറയുന്ന കമാൻഡർ ഉണ്ടല്ലോ നമ്മുടെ ബാബറിൻ്റെ ബാക്കി ഖാൻ ഈ ക്ഷേത്രം, അതായത് അയോധ്യയിലെ ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു. കാരണം അത്രമാത്രം പ്രതിരോധം ഉണ്ടായിരുന്നു. ആ പ്രതിരോധ യുദ്ധത്തിൽ 1,75,000 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് അവസാനം ബാക്കി ഖാന് അദ്ദേഹത്തിൻ്റെ ഈ പീരങ്കി ഉപയോഗിച്ച് തകർക്കാനേ സാധിച്ചുള്ളൂ എന്ന പരാമർശമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതാണ് അയോധ്യയിൽ പ്രചാരത്തിലുള്ള ഫോക്ലോർ, പോപ്പുലറായിട്ടുള്ള ഇങ്ങനെ ഒരു കഥ അയോധ്യയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്
എന്നേ പറയുന്നുള്ളൂ. ചരിത്ര സത്യമായിട്ട് അലക്സാണ്ടർ കണ്ണിങ്ഹാം പറയുന്നില്ല. പക്ഷേ ഡിസ്ട്രിക്ട് ഗസറ്റിയറിൽ വന്നപ്പോൾ അതൊരു ചരിത്ര സത്യമായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നീടുണ്ടായ ബാബരി മസ്ജിദുമായി വന്ന ദുരന്തങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മൂന്നാമത്തെ സംഭവം അടുത്ത കാലത്ത് ദീപിക പദുക്കോൺ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയോ? അതെങ്കിലും നിങ്ങൾക്കറിയാം. സുന്ദരിയായ സിനിമാ നടിയാണ്. ആ സിനിമാ നടിയുടെ മൂക്ക് ചെത്തുമെന്ന് പറഞ്ഞ് രാജസ്ഥാനിലെ ജയ്പൂരിലെ കുർമി സേന വലിയ കലാപം ഉണ്ടാക്കി. എന്താ കാര്യം? പത്മാവത് എന്ന് പറയുന്ന സിനിമയിൽ, ആ സിനിമ റിലീസ് ചെയ്ത കാലത്താണ്. അപ്പം എന്താ പത്മാവതിൻ്റെ കഥ നിങ്ങൾക്കറിയോ? പത്മാവത് എന്ന് പറയുന്ന ഒരു സൂഫി കൃതിയാണ്. ആ സൂഫി കൃതി ആരാ രചിച്ചത്? രചിച്ച ആളെ പേര് മറന്നു. മാലിക് മുഹമ്മദ് ജയ്സി. 16-ാം നൂറ്റാണ്ടിൽ മാലിക് മുഹമ്മദ് ജയ്സി എന്ന് പറയുന്ന സൂഫി കവി ഇങ്ങനെ ഒരു കൃതി ഉണ്ടാക്കുകയാണ്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു കഥാപാത്രമാണ് പത്മാവത്. പക്ഷേ മൂപ്പര് ചെയ്ത ഒരു വേല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13-ാം നൂറ്റാണ്ടിൽ ഒറിജിനലായി ജീവിച്ച 2 പേരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. അതൊന്ന് അലാവുദ്ദീൻ ഖിൽജിയും മറ്റൊന്ന് ഒരു രജപുത്ര രാജാവ് രത്തൻ സിംഗും. എന്നിട്ട് ഈ കഥ മെനഞ്ഞു. പക്ഷേ ഈ പത്മാവതി എന്ന് പറയുന്ന ശ്രീലങ്കക്കാരിയായ രാജകുമാരിയാണ്. എന്നിട്ട് ഈ കഥ പറഞ്ഞു. എന്നിട്ട് എന്താ അവസാനം സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥൻ, ഇവിടെ പ്രതി ആരാന്നറിയോ? ജെയിംസ് ടോഡ് എന്ന് പറയുന്ന ആനൽസ് ആൻഡ് ആന്റിക്വിറ്റീസ് ഓഫ് രാജസ്ഥാൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഭാവനയിൽ മെനഞ്ഞെടുത്ത ഈ കൃതിയെ ഒറിജിനലായിട്ട് ചരിത്ര സംഭവമായിട്ട്, അതായത് അലാവുദ്ദീൻ ഖിൽജിയുടെ 13-ാം നൂറ്റാണ്ടിൽ അലാവുദ്ദീൻ ഖിൽജിക്ക് അഭിനിവേശം തോന്നിയ രജപുത്ര കന്യകയായിട്ട് ഇവരങ്ങോട്ട് സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് നടന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാ പറയുന്നത്. ഇന്ന് രാജസ്ഥാനിലെ ചരിത്ര ടെക്സ്റ്റ് ബുക്കുകളിൽ അലാവുദ്ദീൻ ഖിൽജി പാതിവൃത്യം നശിപ്പിക്കാൻ ശ്രമിച്ച് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ജൗഹർ അനുഷ്ഠിച്ച പാതിവൃത്യത്തിൻ്റെ ദേവതയായിട്ട് ഇന്ന് രാജസ്ഥാൻ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പത്മാവതിയെ കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഒരു മിത്തിനെ കൊണ്ടുപോയിട്ട് ചരിത്ര വസ്തുതയായിട്ട് മാറ്റുന്നത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു, അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബക്തിയാർ ഖൽജി എന്ന് പറയുന്ന ഒരാൾ നളന്ദ ആക്രമിച്ചിട്ടില്ല. പക്ഷെ ബക്തിയാർ ഖൽജി നളന്ദ ആക്രമിച്ചു എന്ന ഒരു വസ്തുതയായിട്ട് അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ പിന്നിലെയും കരാളഹസ്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതീ പറയുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. അദ്ദേഹം ഇതിനകത്ത് പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ട് താരാനാഥിൻ്റെ സുങ്കിലയുടെയും കുറിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ധർമ്മസാമ്, ഷിക്കോൺ തുടങ്ങിയിട്ടുള്ള സമകാലീന ഈ പറയുന്ന നളന്ദയിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആത്മകഥാംശമുള്ള പാഠങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വളരെ കൃത്യമായിട്ടും ട്രേസസിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഷ്കൃഷ്ടമായിട്ടുള്ള ഒരു അപഗ്രഥന രീതി തന്നെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. സുമനാഥ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ ഒരു നരേറ്റീവ് സ്ട്രക്ചർ, അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ, അതിൻ്റെ ഒരു രീതിശാസ്ത്രത്തിന് സമാനമായിട്ടുള്ള ഒരു രീതിശാസ്ത്രം ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ 2 കാര്യം കൂടെ പറഞ്ഞു, 2 വാക്കുകളെ കുറിച്ച് കൂടെ പറയാം. തുരുഷ്കരെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത്, താപ്പർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല പദങ്ങളും ആ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ടെറിട്ടോറിയൽ കോണ്ടെക്സ്റ്റിലാണ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അടയാളപ്പെടുത്തൽ മാത്രമാണ്. ഇപ്പോൾ തുരുഷ്കരെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് റിലിജിയൻ. പക്ഷെ ഇവിടെ വായിക്കപ്പെട്ടത് തുരുഷ്കരാണ് എന്നുള്ളത് നമുക്ക് പല ആഖ്യാനങ്ങളുണ്ട്. പക്ഷെ ആ തുരുഷ്കര് ഇസ്ലാമൊക്കെ വരുന്നതിന് മുമ്പും അവർ തുരുഷ്കരെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. തുർക്കികളെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ തുർക്കുമിസ്ഥാൻ, അങ്ങനെ കിർഗിസ്ഥാൻ തുടങ്ങിയ ആ പ്രദേശത്തുള്ളവരെ തുരുഷ്കരെന്ന് പറയുകയും, പക്ഷെ ബ്രിട്ടീഷുകാരത് എന്ത് ചെയ്തു?
ആ തുരുഷ്കരെന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് എന്നങ്ങോട്ട് സമർത്ഥിക്കുകയും ചെയ്യും. 12-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇന്ത്യയിൽ ധാരാളം തുരുഷ്കർ നൂറ്റാണ്ടുകളായിട്ടുണ്ട്. അവരാരും തന്നെ മുസ്ലിങ്ങളായിരുന്നില്ല. പക്ഷേ അവർ ഈ പറയുന്നത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തിയത് ബ്രിട്ടീഷുകാരാണ്. ഒരു സമാനമായ ഒരു കാര്യം കൂടെ പറയട്ടെ. ഹിന്ദു എന്ന പദത്തിനും ജോഗ്രാഫിക് കനോട്ടേഷനേ ഉള്ളൂ. സിന്ധു നദിയുടെ തീരത്തുള്ളവർ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത്. അപ്പോൾ ഒരു വലിയ അപകടം ഞാൻ പറഞ്ഞുതരാം. താരിഖ് ഫിറോസ് ഷാഹി എന്ന് പറയുന്ന അതാരുടെ പുസ്തകം? സിയാവുദ്ദീൻ ബരാനി എന്ന് പറയുന്ന 13-ാം നൂറ്റാണ്ടിലെ ഒരു കൊട്ടാരൻ ചരിത്രകാരന്റെ പുസ്തകമാണ് താരിഖ് ഫിറോസ് ഷാഹി. താരിഖ് ഫിറോസ് ഷാഹിയിൽ ഒരു പരാമർശമുണ്ട്. നോ ഹിന്ദു ഷാൽ ബി അപ്പോയിന്റഡ് ഇൻ ദി ബ്യൂറോക്രസി ഓഫ് ദി സൽത്തനറ്റ്. പറയുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിനോട് പറയാ, ഒരു ഹിന്ദുവിനെ പോലും നിങ്ങൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എടുക്കരുത്. ഇന്ന് നിങ്ങൾ ആ പരാമർശം വായിച്ച അർത്ഥം പറയണം. എത്രമേൽ ഹിന്ദു വിരുദ്ധരായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഭരണാധികാരികൾ. നോക്കൂ, ഒരു ഹിന്ദുവിനെ പോലും ജോലിക്കെടുക്കരുത് എന്ന് ഉപദേശിക്കുന്നുണ്ട് ഈ പറയുന്ന താരിഖ് ഫിറോസ് ഷാഹിയിൽ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. എന്താ അവിടെ തെറ്റ്? അപ്പം താരിഖ് ഫിറോസ് ഷാഹിയിലൂടെ സിയാവുദ്ദീൻ ബരാനി പറയുന്നത് ഒരു ഹിന്ദുവിനെ പോലും ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സിയാവുദ്ദീൻ ബരാനി ഉദ്ദേശിച്ചത് ആ ഹിന്ദുവിൽ മുസ്ലിങ്ങളും പെടും. ഒരു ഇന്ത്യക്കാരനെ പോലും എടുക്കരുത് എന്നാണ്. ആ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ ഇന്ത്യൻ ബോൺ മുസ്ലിംസും പെടും. പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? ഇറാനി തുറാനി വംശത്തിൽപ്പെട്ടവരെ മാത്രം ബ്ലൂ ബ്ലഡഡ് ആയിട്ടുള്ളവരെ മാത്രം അപ്പോയിന്റ് ചെയ്താൽ മതി. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക കണ്ണുകൊണ്ട്, ഇപ്പം ഇന്ന് ആ കാലത്ത് ഉപയോഗിച്ച പദങ്ങളൊക്കെ അങ്ങനെ. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ബൗദ്ധ കലാപം എന്നാണ്. മലബാർ കലാപത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു തുള്ളൽ പാട്ടിന്റെ ടൈറ്റില് ബൗദ്ധ കലാപം എന്നാണ്. ആരാ ഈ ബൗദ്ധര്? മുസ്ലിങ്ങളെ അറിയപ്പെട്ടിരുന്ന ബൗദ്ധരെന്നൊക്കെയാണ്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഈ ടേംസിനെ ഉപയോഗിക്കുക, മധ്യകാലത്തോ അല്ലെങ്കിൽ പൂർവ്വകാലത്തോ ഉപയോഗിച്ചിട്ടുള്ള പദാവലികളെ വളരെ കൃത്യമായും സൂക്ഷ്മമായിട്ടും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അത്തരം ചില കാര്യങ്ങൾ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബെനഡിറ്റോ ക്രോച്ചെ എന്ന് പറയുന്ന ഒരു ചരിത്ര ചിന്തകനുണ്ട്. ഭീകരനായ ഒരു ചരിത്ര ചിന്തകനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ചരിത്രകാരൻ നിഷ്പക്ഷനാകണം എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, ചരിത്രകാരൻ നിഷ്പക്ഷനാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും ഷണ്ടനായിരിക്കണം. ചരിത്രരചന ഷണ്ടന്മാർക്കുള്ളതല്ല. മനസ്സിലായോ? ബാബരി മസ്ജിദിനെ തർക്കമന്ദിരം എന്ന് പറഞ്ഞ് നിഷ്പക്ഷത പാലിക്കുന്നതാണോ, ബാബരി മസ്ജിദിനെ ബാബരി മസ്ജിദ് എന്ന് വിളിക്കുന്നതാണോ കൃത്യമായ നിഷ്പക്ഷത എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബാബരി മസ്ജിദിനെ ബാബരി മസ്ജിദ് എന്ന് പറയുന്നതാണ് ചരിത്രകാരൻ്റെ നിഷ്പക്ഷത. ആ നിഷ്പക്ഷത ഈ നളന്തയും ബക്തിയാർ ഖൽജിയും എന്ന പുസ്തകത്തിൽ പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് ഏറെ പ്രിയപ്പെട്ട റസാഖ് സാറ്, വേദിയിലുള്ള മറ്റു പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്നെ സ്ഥിരമായി കേൾക്കാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ പ്രമുഖരായ ചരിത്രം സംസാരിക്കുന്ന ഒരുപാട് പേരുള്ള പ്രബുദ്ധമായ ഒരു വേദിയാണ്, അതിലാണ് നമ്മളുള്ളത്. ആദ്യം തന്നെ ഇത്തരം ഒരു പ്രധാനപ്പെട്ട പുസ്തകം, അത് കേവലം ഒരു വൈജ്ഞാനിക ചർച്ച എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ മനുഷ്യന് ജീവിച്ചു പോകാൻ കൊള്ളാവുന്ന ഒരു നാടായി നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി മാറിക്കൊണ്ടുള്ള ഇത്തരം ഒരു പുസ്തകരചനയിലേക്ക് മുന്നോട്ട് വന്ന ആ പുസ്തകത്തെ പൂർത്തീകരിച്ച പ്രിയപ്പെട്ട ഷിഹാബുദ്ദീൻ സാഹിബിനെ അഭിനന്ദിക്കുന്നു, അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. റസാഖ് സാർ ഇപ്പോൾ സംസാരിച്ചതും ഷിഹാബ് സാഹിബ് സംസാരിച്ചതുമൊക്കെ അക്കാദമികമായ മേഖലയിൽ നിന്നുകൊണ്ട് ചരിത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ആണ്.
ഷിഹാബ് സാഹിബ് അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയിട്ടുള്ളത് അക്കാദമികമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ്. അതിന് കൃത്യമായ മെത്തഡോളജി ഉണ്ട്, എല്ലാ രീതിശാസ്ത്രങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ്. ഞാൻ ഇന്ന് രാവിലെ ഈ പരിപാടി ഉണ്ടല്ലോ എന്ന ഓർമ്മയിൽ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തു. ബക്തിയാർ ഖിൽജിയും നളന്തയും, നളന്ദ സർവകലാശാലയെക്കുറിച്ച് എന്താണ് യൂട്യൂബ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി. മലയാളത്തിൽ ആദ്യമായി സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു 10 മിനിറ്റിന് താഴെയുള്ള ഒരു വീഡിയോ കേൾക്കാനാണ് എനിക്ക് സമയം കിട്ടിയത്. വളരെ ആധികാരികമായി യൂട്യൂബ് സർവകലാശാല പറയുന്നത് കേട്ടതോടുകൂടി തന്നെ മനസ്സിലായി. ഈ അക്കാദമികമായ എഴുത്തുകൾക്കും ഈ മെത്തഡോളജിക്കലായിട്ടുള്ള എല്ലാ പരിപ്രേക്ഷ്യങ്ങൾക്കും അപ്പുറമാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും യൂട്യൂബ് യൂണിവേഴ്സിറ്റിയും നമ്മളോട് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബക്തിയാർ ഖിൽജിക്ക് ഒരു ദിവസം ഭയങ്കരമായ ഒരു അസുഖം വന്നു. അദ്ദേഹത്തിന്റെ അസുഖം മാറ്റാൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാർക്ക് ഒരുപാട് ശ്രമിച്ചു. ഒരുപാട് വലിയ മെഡിക്കൽ എക്സ്പേർട്ടുകൾ ഉണ്ടായിരുന്നു. അവർക്കൊന്നും സാധിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹം അറിയുന്നത് തൊട്ടടുത്ത് നളന്ദ സർവകലാശാലയിൽ വളരെ പ്രമുഖരായ ഒരുപാട് ഡോക്ടർമാരുണ്ടെന്ന്. അങ്ങനെ നളന്ദ സർവകലാശാലയിലെ ഒരു ഡോക്ടർ, പേരൊക്കെ കണ്ടിട്ടോ, കൃത്യമായ പേരുണ്ട്, എന്തോ ഒരു സി മിഡിൽ വെച്ചിട്ട്, ഞാൻ പേര് മറന്നു, ഞാൻ യാത്രക്കിടയിലാണ് ഇത് കേട്ടത്. അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹം ഹിന്ദുവാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ബക്തിയാർ ഖിൽജിക്ക് ഒരു ഹിന്ദുവിന്റെ മരുന്ന് സ്വീകരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ അദ്ദേഹം അത്രയും ശക്തനായ ഒരു മതവിശ്വാസിയാണ്. ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കേൾക്കുമ്പോൾ. വളരെ ആധികാരികമായിട്ടുള്ള ഒരു ചരിത്രമാണ് യൂട്യൂബ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം മതം മാറാൻ പറയുന്നു, എന്നാൽ നിന്റെ മരുന്ന് സ്വീകരിക്കാന്ന് പറയുന്നു. അദ്ദേഹം മതം മാറുന്നതിന് പകരം ഖുർആൻ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ഓതിയാൽ മതി എല്ലാ ദിവസവും. അദ്ദേഹം അറിയാതെ ഖുർആൻ ഇങ്ങനെ ഓതുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അസുഖം മാറുന്നു. അപ്പോൾ ഈ നളന്ദ സർവകലാശാലയിൽ ഖുർആനും പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് ആ ഖുർആന്റെ ഉള്ളിലുള്ള മെഡിസിനാണ് ഇദ്ദേഹം അറിയാതെ ഉപയോഗിച്ചത്. അതറിഞ്ഞതോടുകൂടി ഈ ബക്തിയാർ ഖിൽജിക്ക് അസൂയ ഉണ്ടാവുന്നു. ഞങ്ങളെക്കാളും വലിയ ഖുർആൻ അറിയുന്നവര് നളന്ദ സർവകലാശാലയിൽ ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നളന്ദ സർവകലാശാല തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു. നളന്ദ സർവകലാശാല തീയിടുന്നു. അന്ന് 3 നിലയായിരുന്നു അവിടുത്തെ ലൈബ്രറിക്ക് ഉണ്ടായിരുന്നത്. 90 ലക്ഷം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെയാണ് ഇങ്ങനെ ഞെട്ടിയത്. 90 ലക്ഷം പുസ്തകങ്ങൾ ഒരു ലൈബ്രറിയിൽ 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ ഉണ്ടാവണമെങ്കിൽ 90 ലക്ഷം പുസ്തകങ്ങൾ എഴുതണം. ഇന്നത്തെ പോലെ പ്രിന്റില്ല. എന്നിട്ട് ആ പുസ്തകങ്ങൾ 3 മാസം അവിടെ നിന്നിട്ട് കത്തിച്ചു. ഇതാണ് യൂട്യൂബ് സർവകലാശാലയിൽ നിന്നും ഇന്ന് രാവിലെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് നളന്ദ സർവകലാശാലയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. എന്നിട്ട് അത് പറഞ്ഞെത്തുന്നത് ആ നശിച്ചുപോയ സർവകലാശാല തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. നളന്ദ സർവകലാശാല പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിശ്വഗുരു ആകാൻ പോകുന്നു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് വിവരവും കൂടി തരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇനി ഒരൊറ്റ സിനിമയെ കൂടി പരിചയപ്പെടുത്താമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. ആ സിനിമയുടെ പേര് ഛാവ് അല്ലെ, സാംബാജിയെ കുറിച്ചുള്ള ഒരു സിനിമ. ആ സിനിമയെ കുറിച്ച് അനിൽ മേനോന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ തന്നെ ഒരൽപ്പം ഈ പറഞ്ഞ ഇന്ത്യ എന്ന ഒരു രാജ്യമാകുന്നതിന് പകരം ഇന്ത്യ എന്നത് ഒരു മാനസിക രോഗമായി മാറുന്ന ആളുകൾക്ക് ധൃതംഗ പുളകിതരാകാൻ മാത്രമുള്ള കാര്യം അതിലുണ്ട്. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിലുള്ള, ഞാൻ സാറിന് അതിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിലുള്ള കൊമന്റുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പേടിയായി പോകും. ഞാൻ പറയുന്നത് മിത്തുകളും കഥകളും ഭാവനകളും ചരിത്രമായി അവതരിപ്പിക്കുകയും ആ ചരിത്രത്തിൽ നിന്നും കോട്ട് ആൻഡ് അൺകോട്ട് ആ ചരിത്രത്തിൽ നിന്നും ആവേശം ഉൾക്കൊള്ളുകയും അത് സിരകളിലൂടെ പടർന്ന് രക്തത്തിലൂടെ ശരീരം മുഴുവനും എത്തി അത് ഒരു ഭ്രാന്തായി മാറുകയും ചെയ്യുന്ന ഒരു വർത്തമാനകാല സമൂഹത്തിലാണ് ഷിഹാബ് സാഹിബ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ മുന്നോട്ട് വന്നത്. അത് മുക്തകണ്ഠം പ്രശംസിക്കേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം പുസ്തകങ്ങൾ വായിക്കുക,
സമൂഹത്തോട് പറയാനുള്ള ഇത്തരം പുസ്തകങ്ങൾ ചർച്ച ചെയ്യുക എന്നതിനപ്പുറം തന്നെ സമാന്തരമായി കൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റും ഇതിന് ഒന്നും നിലനിൽക്കാതെ വളരെ എയറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കഥകൾ, അത് സിനിമകളായിട്ട് വരുന്നു, അത് സീരീസുകൾ, നമ്മളൊന്നും കാണാത്ത ഒരുപാട് സീരീസുകളുണ്ട്. ഈ സീരീസുകളിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ മറ്റും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനോടൊക്കെ പ്രതികരിക്കുക എന്നുള്ളതും കൂടി നമ്മളുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മളോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം തേടലാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം ആളുകൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ ചരിത്രം മൗലികമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലും ചോദ്യം ചെയ്ത അവരെ പോലും നമ്മളെപ്പോലുള്ള ഞങ്ങളെ കോളേജ് അധ്യാപകരെയൊക്കെ പലപ്പോഴും പ്രശ്നത്തിലാക്കുന്ന ഇത്തരം എഴുത്തുകളാണ്. കാരണം അത്രയും മികച്ച രീതിയിൽ ആണ് അദ്ദേഹത്തിന്റെ രചന നടന്നിട്ടുള്ളത്. അതിന് ആ രചന നടത്തിയ ശിഹാബുദ്ദീൻ സാഹിബിനെ ഒന്നുകൂടി പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ പുസ്തകം വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന പ്രമുഖരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ഒരുപാട് പുസ്തക പ്രകാശനങ്ങൾക്ക് വേദിയൊരുക്കിയിട്ടുണ്ട്. അതുപോലെ പല പുസ്തകങ്ങളുടെയും മറ്റുള്ള പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ പ്രകാശന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ IPH ഇങ്ങനെ ഒരു പുസ്തകം വിദ്യാർത്ഥികളുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്ന ആദ്യമായിരിക്കും. സ്കൂൾ വിദ്യാർത്ഥികളുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്, കോളേജ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ എൻ്റെ അനുഭവത്തിൽ ആദ്യത്തേതാണ്. ആ ഒരു വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങളാണ് ഇനി ഇവിടെ സൂചിപ്പിക്കപ്പെട്ട രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് റസാഖ് സാഹിബും അതുപോലെ തന്നെ അംജദ് സാഹിബൊക്കെ സൂചിപ്പിച്ച നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരമായ ഈ ഒരു കാലഘട്ടത്തെ നിങ്ങളാണ് ഇനി തരണം ചെയ്യേണ്ടത്. അതിന് തീർച്ചയായിട്ടും വിവരങ്ങൾ മാത്രം പോരാ. കാരണം വിവരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ എളുപ്പം കിട്ടുന്നൊരു സംഗതിയാണ്. പക്ഷേ ഇത്തരം വിവരങ്ങൾക്കൊക്കെ പിന്നിൽ വലിയൊരു പ്രത്യയശാസ്ത്രമുണ്ട്, ഐഡിയോളജി ഉണ്ട് എന്ന ഒരു ബോധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പരീക്ഷ എഴുതാനും പാസ്സാകാനും ഒന്നും കോളേജിൽ വരേണ്ടതില്ലാത്ത, അല്ലെങ്കിൽ പുസ്തകങ്ങൾ അത്രമേൽ വായിക്കേണ്ടതില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. കാരണം നിങ്ങളുടെയൊക്കെ കയ്യിൽ വിവരങ്ങളുണ്ട്. പക്ഷെ ആ വിവരങ്ങൾ ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് എന്ന് പരിശോധിക്കണമെങ്കിൽ നമുക്ക് തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. ചരിത്രം എന്ന് പറയുന്നത് തന്നെ വസ്തുതാ വിവരണങ്ങൾക്കപ്പുറം ആഖ്യാനങ്ങളാണ്. ആഖ്യാതാവിൻ്റെ രാഷ്ട്രീയവും മനഃശാസ്ത്രവും ഒക്കെ ചരിത്രരചനയെ സ്വാധീനിക്കും. ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കൊളോണിയൽ ചരിത്രകാരന്മാർ അവരങ്ങനെ പറയുന്നതിന് അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മിക്കവാറും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ നമ്മൾ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഒരു മുസ്ലിം കാലഘട്ടം, ഇസ്ലാമിക കാലഘട്ടം എന്ന് കൊളോണിയൽ ചരിത്രകാരന്മാർ വിഭജിക്കുന്നതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ വിഭജനത്തിന് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മധ്യകാലഘട്ടത്തിൽ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ മാത്രം അല്ല ഭരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലും മറ്റ് ജനസമൂഹങ്ങൾ, മറ്റ് മതവിശ്വാസമുള്ള ആളുകൾ ഭരിച്ച പല പ്രദേശങ്ങളുണ്ടായിരുന്നു. അതിനു മുമ്പുള്ള ഹിന്ദു കാലഘട്ടം, അങ്ങനെ ഒരു ഹിന്ദു തന്നെ യഥാർത്ഥത്തിൽ ഒരു കൊളോണിയൽ നിർമ്മിതിയാണ്. 1911 സെൻസസ് റിപ്പോർട്ടിലാണ് ഹിന്ദു എന്ന മൊത്തത്തിൽ വ്യത്യസ്ത ജാതികളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്ന വ്യത്യസ്ത വിശ്വാസാചാരങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ 1911 നടത്തിയ സെൻസസിലാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ രൂപപ്പെട്ടത്. ഇത് വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലാത്ത മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു ഹിന്ദു രൂപവൽക്കരിക്കും. ഇതിന്റെ പിന്നിലൊരു രാഷ്ട്രീയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ഭരണാധികാരികളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊളോണിയലിസം ഇവിടെ അധികാരത്തിൽ വന്നത്.
അപ്പോൾ അവരുടെ അധികാരം നിലനിൽക്കണമെങ്കിൽ അവർക്ക് പിന്തുണ കിട്ടുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ വളരെ പെട്ടെന്ന് അതിനെതിർക്കും. കാരണം അവരുടെ കയ്യിൽ നിന്നാണ് ഭരണം നഷ്ടപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരിതിൽ ചെറുത്തുനിൽപ്പ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു വിഭാഗത്തിന്റെ പിന്തുണ അവർക്ക് വേണം. ആ പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് ആ അർത്ഥത്തിലൊരു ഇവിടെ സൂചിപ്പിച്ചതുപോലെ മിത്തിൽ നിന്ന് ഒരു ചരിത്രം രൂപപ്പെടുത്തിയെടുക്കുന്നത്. വലിയ സാമ്രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന കേരള ചരിത്രം പറയുമ്പോഴും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. വലിയ സാമ്രാജ്യങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാമ്രാജ്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നോ? പി.കെ. ബാലകൃഷ്ണനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഭാവനയിൽ വിരിച്ചെടുത്ത വലിയ സാമ്രാജ്യങ്ങൾ നമ്മൾ കേരള ചരിത്രത്തിൽ പഠിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് പുതിയ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. കാരണം ആ മിത്തുകളാണ് ഇന്ന് ചരിത്രം എന്ന് പറയുന്നത് കേവല ഒരു വിവരണത്തിനപ്പുറം ഓരോ വ്യക്തിയെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ തന്നെ അജ്മൽ സാഹിബ് സൂചിപ്പിച്ച യൂട്യൂബുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണത്തിന്റെ അതൊക്കെ വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോയി. ഏത് സമയത്ത് നമുക്കിതിൽ വാളുമായി നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചില വംശീയ താല്പര്യങ്ങളുടെ പേരിൽ. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ പുറന്തള്ളുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ബഹളം ഉണ്ടാക്കുമ്പോൾ അതിന്റെ താഴെ അത്ര ന്യൂസിന്റെ താഴെ വന്ന് ആളുകൾ സന്തോഷിക്കുകയാണ്. അവർ സന്തോഷിക്കാനുള്ള കാരണം എന്താണ്? ഇവിടുന്ന് കുറെ ആൾക്കാരെ പുറത്താക്കാൻ അതിന് അവസരമാക്കാലോ എന്നുള്ളതാണ്. അവർക്ക് പുറത്താക്കപ്പെടുന്ന ആളുകളോടുള്ള ഒരു സഹാനുഭൂതിയും യഥാർത്ഥത്തിൽ ഇല്ല. ഈ വംശീയതയുടെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം ജനതയെ, സ്വന്തം വംശത്തിൽപ്പെട്ട ആളുകൾ പുറത്താക്കപ്പെടുമ്പോൾ പോലും അവർക്കതിൽ നമ്മൾ വിചാരിക്കും ഇന്ത്യക്കാരെ പുറത്താക്കുമ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ രോഷം ഉണ്ടാവും. അങ്ങനെ അവർക്ക് ആ അർത്ഥത്തിലുള്ള കമ്മിറ്റ്മെന്റും സ്വന്തം വിഭാഗത്തോടും വംശീയ വിഭാഗത്തോടും ഇല്ല. മറ്റോടുള്ള വിദ്വേഷം മാത്രം അടിത്തറയായി ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഈ അർത്ഥത്തിലുള്ള ചരിത്ര രചനകൾ ഉണ്ടായിരിക്കണം. ഷിഹാബുദ്ദീൻ ആരാമ്പ്രം, മറ്റൊരു സന്തോഷം, ഷിഹാബുദ്ദീൻ ആരാമ്പ്രം എൻ്റെ സഹപാഠിയാണ്. വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ തന്നെ ഇത്തരം ചരിത്ര ഗവേഷണങ്ങളിൽ താല്പര്യമുള്ള ഒരാളാണ്. ഈ പുസ്തകത്തെ കുറിച്ച് തന്നെ പലരും സൂചിപ്പിച്ചു. മെത്തഡോളജി വളരെ കൃത്യമായി. എന്നാൽ ഇതിന്റെ ഈ ആത്മകഥ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഈ ആളുകൾ എഴുതിയ ആത്മകഥ ഫസ്റ്റ് സോഴ്സാണ്. ഒരു സോഴ്സിന്റെ ഇത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് പ്രൈമറി സോഴ്സാണ്. അതിനെ ഉപജീവിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഇപ്പൊ നമ്മൾ നളന്ദ സർവകലാശാലയെ കുറിച്ച് പറയുമ്പോൾ അലക്സാണ്ട്രിയ സർവകലാശാലയെ കുറിച്ച് ലോകതലത്തിൽ നടക്കുന്ന വേറൊരു വലിയ രീതിയിലൊരു പ്രചാരണമുണ്ട്. അലക്സാണ്ട്രിയ സർവകലാശാല എന്ന് പറയുന്നത് പഴയകാലത്ത് വളരെ എത്രയോ ലക്ഷങ്ങൾ പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി ആയിരുന്നു. അത് രണ്ടാം ഖലീഫ ഉമറുല്ലാഹു ആണ് അത് തകർത്തത് എന്ന വലിയൊരു പ്രചാരണം ലോകതലത്തിൽ തന്നെ നടക്കുന്നു. ഈ പ്രചാരണത്തെ നേരിട്ടുകൊണ്ട് അല്ലാമ ഷിബ്ലി നൊമാനി അതിന് വളരെ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ ഒരു മറുപടി എങ്ങനെ ആ അലക്സാണ്ട്രിയ ആ പുസ്തകശാലയുടെ ചരിത്രവും അത് ഓരോ കാലഘട്ടങ്ങളിലൂടെ ഉണ്ടായ അതിൻ്റെ രൂപപരിണാമങ്ങളെക്കുറിച്ചും ഉമറുല്ലാഹിന്റെ കാലഘട്ടത്തിൽ അതെന്തായിരുന്നതിനെ കുറിച്ചും വളരെ ചരിത്രത്തിന്റെ അത് സോഴ്സിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം രചിച്ച ഒരു ലേഖനം വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെയുള്ള ഒരു രചനയാണ് നളന്ദ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള ഷിഹാബുദ്ദീൻ സാഹിബിന്റെ പുസ്തകം. ഇത് നിങ്ങൾ വായിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല വിജ്ഞാനങ്ങളെയും പല വിവരങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ചോദ്യം ചോദിക്കണം. ചരിത്ര വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ നിർമ്മിക്കപ്പെട്ട എസ്റ്റാബ്ലിഷ്ഡ് ആയ കാര്യങ്ങളെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് റൂമുകളിൽ അധ്യാപകൻ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ, കാരണം സ്വാഭാവികമായിട്ടും അവർ പാഠപുസ്തകങ്ങൾ എഴുതി വെച്ചതായിരിക്കും പലപ്പോഴും. അതിനപ്പുറം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയണം. ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു എന്താ പറയാ അർത്ഥത്തിലുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. കൂടുതൽ ഇനി നീട്ടി സംസാരിക്കുന്നതിൽ ഇനിയും പലരും സംസാരിക്കാനുണ്ട്. ഈ ഒരു സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെക്കുകയാണ്. എല്ലാവരും ഈ പുസ്തകം ഇത്തരം കാര്യങ്ങൾ ഇത്തരം രചനകളിലൂടെ കടന്നു പോകണം എന്നുകൂടി ആവശ്യപ്പെട്ടു ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചും
അതിൻ്റെ പ്രചോദനമായി തീർന്ന വസ്തുതകളെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങളിലൂടെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് ഞാൻ സെൻറ്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച്, കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ചും നിങ്ങളുടെ സ്ഥാപനത്തിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി, ഒരു പുസ്തക ചർച്ച ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവും ചർച്ചയും സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഡോക്ടർ അജ്മൽ, പ്രിൻസിപ്പൽ ഷുക്കൂർ സാഹിബ് ഇവരെയൊക്കെ സമീപിച്ചപ്പോൾ വളരെ നല്ല ഒരു പ്രതികരണം, വളരെ താല്പര്യപൂർവ്വം അവരത് ഏറ്റെടുക്കുകയും അങ്ങനെ മനോഹരമായ ഈ ഒരു ചടങ്ങ് ഉത്ബുദ്ധമായ നല്ലൊരു സദസ്സാക്കി ഇതിനെ മാറ്റുകയും ചെയ്തതിലുള്ള MA കോളേജിനോടും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിനും ഭദ്രരാമൻ സാഹിബ് അടക്കമുള്ള ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളോടുമുള്ള സെൻറ്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് CSRൻ്റെ പ്രത്യേകമായ കൃതജ്ഞത, നന്ദി ഈ അവസരത്തിലൂടെ അറിയിക്കുകയാണ്. പുസ്തകത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഡോക്ടർ അജ്മൽ പറഞ്ഞതുപോലെ ഷിഹാബുദ്ദീൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ PhD ഉള്ള ഒരു ചരിത്ര അധ്യാപകനോ ഗവേഷകനല്ല. അദ്ദേഹം സ്വന്തം അധ്വാനത്തിലൂടെ ചരിത്രത്തോടുള്ള അദമ്യമായ താല്പര്യത്തോട്, ചരിത്ര ഗവേഷണത്തോടുള്ള അദമ്യമായ താല്പര്യത്തിലൂടെ ചരിത്ര ഗവേഷകനായി മാറിയ, ചരിത്ര പണ്ഡിതനായി മാറിയ ഒരു വ്യക്തിത്വമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. 2 വർഷം മുമ്പാണ് CSR അദ്ദേഹത്തോട് ഈ പുസ്തകം എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം അതിൽ മുങ്ങി തപ്പുകയായിരുന്നു. എല്ലാ സോഴ്സുകളും തെരഞ്ഞ് കണ്ടെത്തി വളരെ ആധികാരികമായ ഒരു പുസ്തകം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗവേഷണത്തിൽ ഇപ്പോൾ അദ്ദേഹം ടിപ്പു സുൽത്താനെക്കുറിച്ച് സമാനമായ ഒരു പുസ്തകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. കൂടുതലായൊന്നും ഞങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് കെട്ടുകഥകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം പലരുമോടും ആവർത്തിച്ച് ചരിത്രം എന്ന പേരിൽ നുണക്കഥകൾ, കെട്ടുകഥകൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചരിത്രത്തെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രത്തെ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തെ വിമർശന ബുദ്ധി, അതിൻ്റെ സോഴ്സുകളെ, അതിൻ്റെ ആധാരങ്ങളെ വിമർശന ബുദ്ധിയാ പഠിക്കുകയും ചരിത്രത്തെ വീണ്ടെടുക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പുസ്തകങ്ങൾ, ഇത്തരം പഠനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ വിദ്യാർത്ഥി സമൂഹം എന്ന നിലക്ക് അതിന് നിങ്ങൾ സന്നദ്ധരായി മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ആദരണീയനായ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഇനിയിപ്പോൾ ഏതാണ്ട് സംഗതികൾ സമ്പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത്. ബക്തിയാർ ഖൽജി ആരാണെന്നും ഇന്ത്യൻ ചരിത്രം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്താണെന്നും വളരെ മനോഹരമായി തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ഏതാണ്ട് ബോധ്യമായി. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും ഇനി നല്ലതും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേൾക്കുന്നൊരു പാട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് അത് ഇങ്ങനെയാണ്: നമ്മുടെ നാട്ടിൽ നമ്മൾ വളർത്തുക നളന്തകൾ, സമഭാവനയുടെ നളന്തകൾ എന്നാണ്. അപ്പോൾ ഈ നളന്ത വളർത്തപ്പെടേണ്ട ഒന്നാണെന്നും അത് സമഭാവനയുടെ ഒരു പ്രതീകമാണ് എന്നും ഉള്ള ഒരു കൽപ്പന, ഒരു സങ്കല്പനം, ആ തരത്തിലൊരു ആഖ്യാനം ആ പാട്ടിലൂടെ ഇങ്ങനെ അവസാനം എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കയറും. ഈ സമഭാവനയുടെ നളന്ത എങ്ങനെയാണ് ഇവിടെ തകർക്കപ്പെട്ടത് എന്നതിന് സമാനമായ ആഖ്യാനങ്ങളിലൂടെ മറ്റൊരു ചരിത്ര നിർമ്മിതി വിജയകരമായി പൂർത്തിയാക്കിയ ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മിത്ത് ചരിത്രമാവുകയും ചരിത്രം മിത്തായി മാറുകയും ചെയ്യുക. സാധാരണഗതിയിൽ പണ്ട് ഇന്ത്യ എന്നാ പറയാറുണ്ടായിരുന്നത്. കാരണം ഇന്ത്യ ഒരു ചരിത്രമാണ്. ആ പേര് മാറി ഇപ്പം ഭാരതം എന്നായി. ഭാരതം ഒരു മിത്താണ്, ഐതിഹ്യമാണ്, സങ്കല്പനമാണ്. അപ്പം ചരിത്രം മിത്താവുകയും മിത്ത് ചരിത്രമാവുകയും കരപറ്റി കടലാകും, കടൽ പിന്നെ കരയാകും എന്ന് അറിയില്ല. ഇങ്ങനെ ഇത് മാറി വരുന്ന ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ചരിത്രം എന്താണ് എന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര വേഗത്തിൽ ഓടുന്ന ഒരു വാഹനമാണെങ്കിലും ആ വാഹനത്തിൽ നോക്കിയാൽ പിന്നോട്ട് മാത്രം കാണുന്ന ഒരു കണ്ണാടി ഉണ്ടാകും. മുമ്പോട്ട് പോകാൻ എന്തിനാ പിന്നോട്ട് കാണുന്നത് എന്ന് ചോദിച്ചാൽ മുമ്പോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുന്നത് പിൻകാഴ്ചയുടെ കൃത്യതയാണ് എന്നതാണ്. ഈ പിൻകാഴ്ചയാണ് യഥാർത്ഥത്തിൽ ചരിത്രം എന്ന് പറയുന്നത്. മുമ്പോട്ട് പോകുന്ന ആളുടെ കാല് പിന്നോട്ടേ മടങ്ങുള്ളൂ.
പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൾ കൊണ്ട് മുന്നോട്ട് നടന്നു പോകുന്നു എന്നത് തന്നെയാണ് ചരിത്രം. അപ്പോൾ ഈ പിൻകാഴ്ചകളെ കൃത്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അബദ്ധങ്ങളിൽ വന്നു ചാടും എന്നത്. അപ്പോൾ ഈ കൃത്യപ്പെടുത്തുന്ന ഒരു വലിയ സംരംഭമാണ് ഇവിടെ ആരംഭം നിർവഹിച്ചിട്ടുള്ളത്. കൽജി അതിൻ്റെ ഏത് ക്ഷേത്രങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടത് എന്നോ ഏതൊക്കെ അമ്പലങ്ങളാണ് തകർക്കപ്പെട്ടത് എന്നോ എന്ന് അത് പറയുന്നവർക്ക് പോലും കൃത്യതയില്ലാത്ത വിധം സർവാംഗീകൃതമായി യാഥാർത്ഥ്യമായി ഈ ഒരു ധ്വംസന കഥകൾ ഇന്ന് ഏറെക്കുറെ സമൂഹത്തിൽ വ്യാപിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് പുറത്ത് സാധാരണഗതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അവിടെയൊക്കെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ ഈ തരത്തിലുള്ള കഥകൾ എന്തുമാത്രം അസഹിഷ്ണുതയുടെ വേരുകളാണ് പടർത്തിയെടുക്കുന്നത് എന്ന് എനിക്ക് വേഗം മനസ്സിലാവും. ആ വേരുകളിൽ നിന്ന് ഇനി ഉണ്ടായി വരുന്നാത്ത കാണ്ഡങ്ങളും ഇലച്ചാർത്തുകളും അതിൻ്റെ പൂക്കളും കായ്ക്കളും ഒക്കെ അത്രമേൽ വിഷഭരിതമായിരിക്കും എന്ന തിരിച്ചറിവും ഈ കേരളത്തിൻ്റെ സുരക്ഷിത ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ആ സന്ദർഭത്തിൽ ഈ തരത്തിലുള്ള ചരിത്ര ഖനനം, ചരിത്ര ഗവേഷണം വളരെ സംഗതമായിരിക്കും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് കേരളവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് ബുദ്ധമതത്തിൻ്റെ ക്ഷയോന്മുഖത ഉണ്ടായത്, എങ്ങനെയാണ് ജൈനമതത്തിൻ്റെ ക്ഷയോന്മുഖത കേരളത്തിലുണ്ടായത്, ഇന്ത്യയിൽ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്, അതിലൊക്കെ ആരൊക്കെ എന്തൊക്കെ സംഭാവനകളാണ് നിർവഹിച്ചിട്ടുള്ളത്, അതിൽ ആരാണ് യഥാർത്ഥ പ്രതി, ആരാണ് നിരപരാധി എങ്ങനെ പ്രതിയാക്കപ്പെടുന്നു, ആ പ്രതി എങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു എന്ന അത്യന്തം വിചിത്രമായ ഒരു വിചാരണ നടക്കുന്ന ഒരു ചരിത്ര സന്ദർഭവും കൂടിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രാന്വേഷണങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് നാം തിരിച്ചറിയുകയും ഇന്ത്യൻ ചരിത്രത്തെ പുനർപാരായണത്തിന് വെക്കുകയും ആ പാരായണത്തിലൂടെ സത്യങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും അങ്ങനെ ഒരു സാമൂഹ്യമായ സുരക്ഷിതത്വം ഈ രാജ്യത്തിന് സംഗതമാക്കുകയും ചെയ്യുന്ന ചരിത്ര സന്ദർഭത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാവണം. അതിനുള്ളൊരു പ്രചോദനമാകട്ടെ ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഇവിടെ വെച്ചുള്ള പ്രസാദനം എന്ന് ഞാൻ വിചാരിക്കുന്നു. ചരിത്ര അധ്യാപകരായും ചരിത്ര ഗവേഷകരായും ചരിത്ര അന്വേഷകരായും വരാൻ സാധ്യതയുള്ള ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങൾക്ക് തലമുറ എങ്ങനെയെങ്കിലുമൊക്കെ ഇനി മണ്ണിലേക്ക് പോകാനായി ഇനി വരുന്ന ഒരു ഇന്ത്യയെ അഭിമുഖീകരിക്കേണ്ട ഒരു തലമുറ എന്ന അർത്ഥത്തിൽ നിങ്ങൾക്കതിൽ വലിയ പങ്കുണ്ട്. ആ പങ്ക് നിങ്ങൾ നിർവഹിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധേയമായ ആഴത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈ 2 മണിക്കൂർ സമയത്തിനുള്ളിൽ ഇവിടെ നടന്നത്. ആശയഗഹനമായ ഐഡിയോളജിക്കലായ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാടുകൾ, പെർസ്പെക്റ്റീവ്സാണ് ഇവിടെ കൈമാറിയിരിക്കുന്നത്. നോളജ് പ്രൊഡക്ഷൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജ്ഞാനം കൊണ്ട്, ഈ നോളജ് കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. ആ ഒരു വലിയ കാര്യമാണ് ഈ പുസ്തക പ്രകാശനവും ഇവിടെ നടന്ന മുഴുവൻ സംസാരങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഈ സംസാരം ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു നളന്തയും ബഖ്തിയാർ ഖൽജിയും ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച പി അബ്ദുറസാഖ് സാർ, KCHR എക്സിക്യൂട്ടീവ് മെമ്പർ, അദ്ദേഹത്തിന് MMA കോളേജിന് വേണ്ടി, CSRന് വേണ്ടി ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ അധ്യക്ഷ ഭാഷണവും പുസ്തകം ഏറ്റുവാങ്ങുകയും ചെയ്ത MMO കോളേജ് പ്രിൻസിപ്പാൾ ഷുക്കൂർ സാറിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തുകയും ഗ്രന്ഥകാരനുമായ ഷിഹാബുദ്ദീൻ നാരാമ്പ്രം വളരെ അധ്വാനിച്ച് വളരെ ആഴത്തിലുള്ള ഒരു ഗവേഷണ പഠനമാണ് അദ്ദേഹം
നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. തുടർന്ന് ഈ പരിപാടിയിൽ സംസാരിച്ച MMO കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജ്മൽ മൊയ്ൻ സാർ, IPH ഡയറക്ടർ KT ഹുസൈൻ സാഹിബ്, CSR ഡയറക്ടർ TK ഇക്ബാൽ സാഹിബ്, ചരിത്രകാരനും എഴുത്തുകാരനുമായ PT കുഞ്ഞാലി മാഷ്, അവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സ്വാഗത ഭാഷണം നിർവഹിക്കുകയും സ്റ്റേജ് കൺട്രോൾ കർമ്മം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്ത നമ്മുടെ MMA കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുറഹ്മാൻ സാറിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇവിടുത്തെ ഈ പരിപാടി 2 മണിക്കൂർ വളരെ മനോഹരമായിരുന്നു. ഓഡിയൻസ്, ചെറിയൊരു സദസ്സ്, എല്ലാവരും പൂർണ്ണമായ ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ സമർപ്പിക്കുകയായിരുന്നു. ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിൽ, വിജയിപ്പിക്കുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് വിദ്യാർത്ഥികൾ നിർവഹിച്ചിരിക്കുന്നത്, ഈ ഓഡിയൻസ് നിർവഹിച്ചിരിക്കുന്നത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാ വിധത്തിലുള്ള ആശംസകൾ, നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വീഡിയോ ചെയ്തു തന്ന D4 മീഡിയ, അവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എല്ലാറ്റിനും അപ്പുറം MMO കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു പരിപാടിയുമായിട്ട് അവരെ സമീപിച്ചപ്പോൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ഇത്ര ഭംഗിയായി ഈ ഒരു കാര്യം നിർവഹിക്കുകയും ചെയ്ത MMO കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ അധ്യക്ഷന്റെ അനുവാദത്തോടു കൂടിയിട്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.